ജാനകിയെ കൊല്ലാൻ അവരാണ് പറഞ്ഞത്. സിനിമാ സംഘടനയുമായി പ്രവർത്തിക്കുന്ന പലരുടെയും മുമ്പിൽ ഞാൻ കാല് പിടിച്ചതാണ്. മിനിസ്ട്രിക്ക് അയച്ച മെയിൽ പോലും ലീക്ക് ഔട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ഇടപെടില്ല. അബ്സേഡിറ്റി എന്ന് പറഞ്ഞാൽ അബ്സേഡിറ്റിയാണ് ഈ സെൻസർ ബോർഡ് ഡിസിഷൻ എന്ന് പറഞ്ഞത്. ഇവര് വാദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സീതയുടെ പര്യായമാണെന്നുള്ളതാണ് ജാനകി എന്നുള്ളത്. സീത എന്നുള്ള പേര് പോലും അല്ല. ഇതിന്റെ പിന്നിൽ ഒരു അന്താരാഷ്ട്ര അജണ്ട ഇല്ലെന്ന് പറയാനുള്ള കാരണം നേരത്തെ ഞങ്ങൾ സംസാരിച്ച പോലെ അങ്ങനെയാണെങ്കിൽ ഈ എമ്പുരാൻ സിനിമ കടുത്ത ഹിന്ദുത്വ വിരുദ്ധ സിനിമയാണ്. കേരളത്തിലെ സെൻസർ ബോർഡ് മെമ്പേഴ്സിലെ ഡമ്മികളാന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എമ്പുരാൻ ഇവിടെ കണ്ട സമയത്ത് അവിടെ ഇരുന്ന് ഒരാൾക്കത് മനസ്സിലായി കാണില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അപ്രൂവൽ കിട്ടിയ സിനിമകൾ ബോംബെ പോകുമ്പോൾ അവർ സ്ക്രീൻ ചെയ്യുന്നത്. എന്നെ പിടിക്കാനുള്ള കാരണം അവർ സിനോപ്സിസ് എന്ന് വായിച്ചു നോക്കുന്നത്. സിനോപ്സിസ് വായിച്ചപ്പോൾ ജാനകി എന്നുള്ള പേര് ഇപ്പുറത്തെ എബ്രഹാം. അവർ സിനിമ കണ്ടിട്ടില്ല. രാജാവ് നഗ്നനാണ് എന്ന് ആരും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്നും രാജാവ് നഗ്നനായിട്ട് തന്നെ പോകും. അല്ല, ഇവിടെ രാജാവിനെ കാട്ടിയും വലിയ ഒരു രാജ്യസ്തുതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? രാജഭക്തിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പൂർണ്ണമായും RSSന്റെ കൺട്രോളിലാണ് ഈ പറഞ്ഞ സെൻസർ ബോർഡ് ഉള്ളത്. ഇനി എന്റെ അപ്പീൽ കമ്മിറ്റിയിലും അങ്ങനെ തന്നെയാണ്. ഇനി ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ സാറിന്റെ ഒരു കഥാപാത്രത്തിന് ജാനകി എന്ന് പേരിടും. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ് അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ജനകീയ കലാരൂപമായ സിനിമയെ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ച് യുക്തിരഹിതമായ തീരുമാനങ്ങളാണോ സെൻസർ ബോർഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്? മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബിഹൈൻഡ് ദ സീൻസ് ഓപ്പൺ ഇന്ററാക്റ്റീവ് സീരീസ്. ഡയറക്ടർ MB പത്മകുമാർ, രാഹുൽ ഈശ്വർ രാഷ്ട്രീയ നിരീക്ഷകൻ, TB മിനി അഡ്വക്കേറ്റ്, ഉണ്ണി സിനിമാ നിരൂപകൻ. പത്മകുമാർ സാർ, ഇപ്പോൾ സുരേഷ് ഗോപി സിനിമയായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ആ സിനിമയോട് കൂടിയാണ് ഈ സെൻസർ ബോർഡ് നമ്മളുടെ സിനിമയ്ക്ക് ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചർച്ച ഭയങ്കരമായിട്ട് വ്യാപകമായത്. ഇപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൊക്കെ വളരെ സുലഭമായി അൺസെൻസേർഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മളിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കുട്ടികൾ വരെ അത്തരം കണ്ടന്റുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സെൻസർ ബോർഡ് ഇതുപോലെ യുക്തിരഹിതമായ ചില കട്ടുകൾ ഇങ്ങനെ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാലത്ത് ഈ 21ാം നൂറ്റാണ്ടിലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു ചളുപ്പ് എനിക്കുണ്ട്. പക്ഷെ നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഈ സെൻസർ ബോർഡിൻ്റെ ആവശ്യം, റേറ്റിംഗ് കൊടുക്കുക എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇനിയുള്ള കാലത്ത് ഈ സെൻസർ ബോർഡ് ഈ വെട്ടിപ്പരിക്കേൽപ്പിക്കുക എന്നുള്ള ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതിൻ്റെ റിലവൻസ് ഇനിയുള്ള കാലത്ത് അത് കൂടുകയാണോ ചെയ്യുന്നത്, അത് കുറഞ്ഞു വരികയാണോ ചെയ്യാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പം JSKയിൽ ഒരു വലിയ മുഖമുള്ളതുകൊണ്ട് JSK ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പം സുരേഷ് ഗോപി എന്നൊരു വലിയൊരു മുഖം, വലിയൊരു പദവി, അല്ലെങ്കിൽ അതിന്റെ ബിഗ് ബജറ്റ്, ഒരു കൊമേഴ്സ്യൽ ആസ്പെക്ട് ഒക്കെ. പക്ഷെ ഇതിന് മുമ്പ് ശരിക്കും ഈ പ്രശ്നം കേരളത്തിലുണ്ടായത് എന്റെ സിനിമയായിരുന്നു. മെയ് 22-ാം തീയതി ഞാൻ കൊണ്ടുവന്നത് ജാനകിയെ കൊണ്ട് ഞാൻ ചെന്നതാണ് ടോക്കൺ നമ്പർ എന്നൊരു സിനിമയിൽ. പക്ഷേ അതിനകത്ത് ജാനകി അല്ലായിരുന്നു അതിന്റെ വിഷയം. അതിനകത്ത് ജാനകിയോടൊപ്പം നിന്ന എബ്രഹാം ആയിരുന്നു വിഷയം. ഒരിക്കലും സീതയുടെ പര്യായമായ ജാനകി എബ്രഹാം എന്നൊരു മനുഷ്യന്റെ കൂടെ കാട്ടുന്ന റിലേഷൻഷിപ്പാണ് അവരെ അസ്വസ്ഥമാക്കിയത്. അപ്പൊ ഞാനും സെൻസർ ബോർഡ് മെമ്പർ ആയിരുന്നു. ഒരു പരിധിവരെ അതിന്റെ നിയമങ്ങൾ എനിക്കറിയാം. അപ്പൊ നമ്മുടെ സിനിമ അവിടെ ചെന്ന സമയത്ത് സെൻസർ ബോർഡ് മെമ്പേഴ്സ് ആ സിനിമ കണ്ടിട്ട് അവരെ സർട്ടിഫിക്കറ്റ് ആണ് ഇത് കേരളത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ പ്രദർശിപ്പിക്കാമെന്ന് പറഞ്ഞ ആ സിനിമയെ അതിന് തൊട്ടുമുള്ളിൽ നിന്നാണ് അതിന് അപ്രൂവൽ കിട്ടേണ്ടത്. അവിടെ ചെന്ന ബോംബെയിലെ ആൾക്കാരുടെ മനസ്സാണ് അതിനെ സ്ക്രീൻ ചെയ്യാൻ തീരുക, അതിനെ വെട്ടി മാറ്റാൻ ജാനകിയെ കൊല്ലാൻ അവരാണ് പറഞ്ഞത്. പക്ഷെ അത് ശരിക്കും കേരളത്തിന്റെ പശ്ചാത്തലത്തിലല്ല നമ്മളിത് ചർച്ച ചെയ്യുന്നത്. പശ്ചാത്തലത്തിൽ കേരളത്തിലാണെങ്കിൽ ഇവരുടെ ചിന്തകൾ എവിടെ നിന്നോ വരുന്നുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ ഉള്ളത് നമ്മൾ വളരെ അധികം ചിന്തിക്കണം. ഇതൊരിക്കലും ഒരു ജാനകി എന്ന പേരിലോ അല്ലെങ്കിൽ എബ്രഹാം എന്നൊരു പേരിലോ അല്ല നിൽക്കുന്നത്. സമൂഹത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് വരാൻ പോകുന്ന വലിയൊരു വിപത്തിലേക്കാണ്, ഒരു സ്പ്ലിറ്റിലേക്കാണ്. കാരണം ഈ നൂറ്റാണ്ടിൽ നമ്മളിത് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയും വരാൻ പോകുന്ന വലിയൊരു ദുരന്തമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഈ സെൻസർ ബോർഡിൽ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഫെഫ്ക മുന്നോട്ട് വരികയും വലിയൊരു സമരം സംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഫെഫ്കയോട് പല മാധ്യമപ്രവർത്തകരും ചോദിച്ചത് സാറിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഫെഫ്കയിൽ ആരും തന്നെ ഇടപെടൽ നടത്തിയില്ല എന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞത് ഫെഫ്കയിൽ മെമ്പർ അല്ലാത്തത് കൊണ്ട് ഔദ്യോഗികമായി പരാതി ഒന്നും സാറിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം സാറ് ഫെഫ്കയുമായി
അവർക്ക് അവരെ സമീപിക്കുകയോ അതിൻ്റെ തലപ്പത്തുള്ളവരെ സമീപിക്കുകയോ അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്നവരെ സമീപിക്കുകയോ ഒരു സഹായത്തിനായിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു? ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു പാർട്ടി ഭരണത്തിലെത്തിയെന്നും പറഞ്ഞിട്ട് മറ്റ് ജനങ്ങളെ ശ്രദ്ധിക്കാതെ പോകുന്ന തെറ്റാണ്. ഞാൻ ശരിയാണ്, ഫെഫ്കയോട്ട് ഞാൻ സമീപിച്ചില്ലെങ്കിലും സിനിമാ സംഘടനയുമായി പ്രവർത്തിക്കുന്ന പലരുടെയും മുമ്പിൽ ഞാൻ കാല് പിടിച്ചതാണ്. അവിടെ ചെന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഞാൻ അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ ചോദിച്ചപ്പം ഞാൻ അയച്ച മിനിസ്ട്രിക്ക് അയച്ച മെയിൽ പോലും ലീക്ക് ഔട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ഇടപെടലായിരുന്നു. അതുകൊണ്ട് സംഘടന ഫെഫ്ക സഹായിക്കുന്നതിന് കാരണം ഞാനാണ്. ഒരു പക്ഷേ ആ സംഘടന അംഗമല്ലായിരുന്നു. പക്ഷെ ഒരു സിനിമയുടെ സ്ക്രീൻ സെൻസറിങ് ചെയ്ത സിനിമ തിരശ്ശീലയെ തെളിയുന്നത് ഫെഫ്കയുടെ സിനിമയാണോ മാക്ടിയുടെ സിനിമയാണോ അമ്മയുടെ അഭിനയിച്ചവരുടെ ഒന്നുമല്ല, അത് സമൂഹത്തിന്റെ സിനിമയാണ്. അത് അവർ ഇടപെടേണ്ടതാണ്. ഞാൻ പറഞ്ഞ ആൾക്കാർ തീർച്ചയായിട്ടും അത് അറിയിച്ചിട്ട് ഇടപെടേണ്ടതാണ്. അതെനിക്ക് വല്ലാതെ വേദനിച്ചു. ഞാൻ ശ്രമിക്കാതിരുന്നതല്ല, ഞാൻ പലരുടെയും കാല് പിടിക്കുകയും അവരുടെ മുമ്പിൽ കരഞ്ഞ് നിലവിളിക്കുകയും ചെയ്തതാണ്. പക്ഷെ അവരൊന്നും എന്നെ കേട്ടില്ലത്. രാഹുൽ ഈശ്വർ, ഇപ്പോൾ EV രാമസ്വാമി നായ്ക്കർ അദ്ദേഹം രാമായണത്തിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടായിരുന്നു. രാമനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലായിരുന്നു അദ്ദേഹം നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ആണത്തബോധത്തിൻ്റെ ഒരു പ്രതിരൂപമാണ്, മാത്രമല്ല സീതയെ ഉപേക്ഷിച്ചതിനെ കുറിച്ചും അതിനകത്ത് പ്രതിപാദിക്കുകയും മാത്രമല്ല സീതയും രാവണനെയും ഒരു പോസിറ്റീവ് ഷെയ്ഡിലാണ് അദ്ദേഹം നിർത്തിയിരുന്നത്. അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും എന്നാൽ അലഹബാദ് ഹൈക്കോടതി അതിൽ പറഞ്ഞത് അതിൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത് വളരെയധികം രസകരമായിട്ടുള്ളൊരു നിരീക്ഷണമായി തോന്നി. അതായത് ഈ പ്രാകൃത സമൂഹത്തിൻ്റെ ആശയങ്ങൾ അവർക്കുണ്ടാകുന്ന വ്രണപ്പെടൽ അത് കേട്ട് പുരോഗമന ആശയമുള്ള സമൂഹം അവരെ നോക്കി ചിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടതെന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതി പറഞ്ഞത്. ഈ ജാനകി എന്നുള്ള ഒരു പേര് ഈ സിനിമയിൽ ഉപയോഗിക്കാനുള്ളൊരു, അതായത് അവരെന്തോ അതിക്രമത്തിന് ഇരയായിപ്പെടുന്നു, അത് ഒരു സീത ഒരു എന്താ പറയാ, അതെ പവിത്രമായ പേരാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഈ സങ്കുചിതമായ ചിന്തകളുണ്ടല്ലോ, സങ്കുചിതം എന്ന് പറഞ്ഞാൽ യുക്തിരഹിതമായ ചിന്തകളുണ്ടല്ലോ, ഇത്തരം ചിന്തകൾ നമ്മൾ വെച്ച് പൊറുപ്പിക്കാൻ പാടുണ്ട്. ഇതിനുമായി നമ്മൾ ശക്തമായി പ്രതികരിക്കുകയല്ലേ വേണ്ടത്? ഇതിന്റെ തത്വം എന്താണ്? ശരിക്കും നമ്മൾ സെൻസർ ബോർഡ് എന്ന് പൊതുവെ പറയുമെങ്കിലും CBSE ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആണ്. സർട്ടിഫിക്കേഷൻ ബോഡി എന്നുള്ളതാണ് ഇതിന്റെ തത്വം. അതിനെ സർട്ടിഫൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, കോർ എന്ന് പറഞ്ഞാൽ, ലിബർട്ടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടൊപ്പം റെസ്പോൺസിബിലിറ്റി വേണം, ക്രിയേറ്റിവിറ്റി അതിനോടൊപ്പം സെൻസിറ്റിവിറ്റി വേണം. ഇതാണ് പ്രിൻസിപ്പിൾ. ഇന്ത്യയിലല്ല, ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ലൈൻ വെച്ചിട്ടുണ്ട്. അതായത് ലിബർട്ടിയോടൊപ്പം റെസ്പോൺസിബിലിറ്റിയും ക്രിയേറ്റിവിറ്റിയോടൊപ്പം സെൻസിറ്റിവിറ്റിയും വേണം. ഏതെങ്കിലും സിനിമ ഏതെങ്കിലും വിഭാഗത്തെയോ മതവിഭാഗത്തെയോ ജാതി വിഭാഗത്തെയോ രാജ്യത്തെയോ ഭാഷയോ ഒക്കെ മോശമായി ചിത്രീകരിച്ചാൽ സ്വാഭാവികമായ പ്രതിഷേധം. ഉദാഹരണം കേരള സ്റ്റോറി, 3 പെൺകുട്ടികളുടെ ദുരനുഭവം 32,000 കള്ളം പറഞ്ഞാണ് അത് അവതരിപ്പിച്ചത്. അങ്ങനെയാണ് മലയാളികളായ പലർക്കും നമ്മുടെ സെന്റിമെന്റ്സ് ഹേർട്ടായത്. കേരളത്തെ ഒരു തീവ്രവാദത്തിന്റെ കേന്ദ്രമായി. പക്ഷേ സെൻസർ ബോർഡ് ആ സിനിമയ്ക്ക് പ്രദർശനം ഒരു കട്ടും പറഞ്ഞില്ലല്ലോ. സെൻസർ ബോർഡ് അവസാനം സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതിയാണ് പറഞ്ഞത്, സെൻസർ ബോർഡ് ഒന്നും കട്ടിംഗ് ഒന്നും നടന്നില്ല. ബോർഡ് എപ്പോഴും ഈ പൊളിറ്റിക്കൽ അപ്പോയിന്റീസ് ആണ്. ഇപ്പം അല്ലെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പം BJP വന്നാൽ BJP, കോൺഗ്രസ് വന്നാൽ കോൺഗ്രസ്, CPM വന്നാൽ അതിനോട് ആ എക്കോ സിസ്റ്റത്തിന്റെ ആൾക്കാരെ അതാണ് ഈ അപകടം പിടിച്ച സംഭവം. അതാണല്ലോ അപകടം പിടിച്ച സംഭവം. അതൊരു ബുദ്ധിമുട്ട് കാര്യം, അതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റീസ് ആണ്. അത് ശരിയോ തെറ്റോ കാശ്മീർ ഫിലിം എന്ന സിനിമ, അത് കാശ്മീർ ഫയൽസ്, അതിലും സെൻസർ ബോർഡ് യാതൊരുവിധ പരാതിയോ കട്ടിങ്ങോ ഒന്നും പറഞ്ഞില്ല. കാശ്മീർ ഫയൽസ് ഞാൻ ആദ്യ ദിവസം ഡൽഹിയിൽ കാശ്മീർ ഫയൽസിന്റെ തമാശ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ 400 പേര് മരിച്ചു, 500 പേര് മരിച്ചു, ഈ സിനിമയിൽ 40,000 പേര് മരിച്ചു, 1,00,000 പേര് മരിച്ചു. അതിശയോക്തിയാണ്, ഈ പഞ്ചിന് വേണ്ടി അതിശയോക്തി കൂട്ടുക. അപ്പൊ എവിടെങ്കിലും നമുക്കൊരു ലൈൻ വരയ്ക്കണമല്ലോ. ഇപ്പൊ ഞാൻ പണ്ട് YMCയുടെ യൂത്ത് വിങ് ആയ യൂണിവയുടെ ഭാഗമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഡെവിഞ്ചി കോഡ് എന്ന സിനിമ വന്നത്. യേശു ക്രിസ്തു മഗ്ദലന മറിയത്തെ കല്യാണം കഴിച്ചു, കുട്ടി ഉണ്ടായി എന്നൊക്കെയാണ് കാര്യം. അപ്പൊ യേശു ക്രിസ്തു നമ്മുടെ മനസ്സിൽ വളരെ വിശുദ്ധമായ ഫിഗറാണ്. കല്യാണം കഴിച്ച മോശമായിട്ടില്ല, പക്ഷേ അതിനെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു വേദനയും വിഷമവും ഉണ്ടാവും. അപ്പൊ ഇത് അല്ലെങ്കിൽ ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നിരുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന സിനിമയാണ്. അതിനെതിരെ ഞങ്ങളൊക്കെയാണ് ഗവൺമെന്റിൽ പരാതി കൊടുക്കുകയും അത് ഇന്ത്യയിൽ ബാൻ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഞാൻ പറയട്ടെ, ഇപ്പം രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ പരാതി കൊടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സിനിമ കാണുകയാണ്, അത് നമ്മളുടെ വികാരത്തെ വ്രണപ്പെടുകയോ ഇല്ലയോ എന്നുള്ളത് അതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള സംഭവമില്ല. ഇപ്പൊ ഞാനൊരു സിനിമ കണ്ടു, എനിക്ക് ജാനകി എന്നുള്ളൊരു ഒരു പെണ്ണ് സിനിമയിൽ റേപ്പ് ചെയ്യപ്പെടുകയാണ്. ഞാൻ ഒരു ഹിന്ദു മതത്തിലാണ് ജനിച്ചത്, എനിക്കത് കണ്ടിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, ജനറിക് പേരാണ്. അതേസമയം ഇപ്പം ഉണ്ണിക്ക് ആ സിനിമ കണ്ടിട്ട് അതൊരു വികാരം വ്രണപ്പെട്ടു എന്ന് ഇരിക്കട്ടെ, ഇത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള സംഭവമല്ലേ. അത് സെൻസർഷിപ്പിന് അവിടെ എങ്ങനെ ഇടപെടാൻ സാധിക്കും? നമുക്കൊരു റൈറ്റ് ടു ബി ഒഫൻഡഡും കൂടിയുണ്ട്. ഇപ്പൊ ഞങ്ങൾ സക്സസ്ഫുള്ളി ചെയ്തൊരു കാര്യം പറയാം. മാഡത്തിനൊക്കെ ഒരു വിഷയം ഓർമ്മ കാണും. ശ്രീ MF ഹുസൈന് രാജാ
ആചാര്യവർമ്മ അവാർഡ് കൊടുക്കാൻ നമ്മുടെ MA ബേബി സാർ വന്നപ്പോൾ 2017 സെപ്റ്റംബർ തീരുമാനിച്ചു. ഞങ്ങൾ പറഞ്ഞു MF ഹുസൈൻ മഹാനായ പെയിന്ററാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ചില പെയിന്റിങ്സിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഉദാഹരണം, സീതേ ഹനുമാനും ഒരു പ്രത്യേക രീതി ഇരിക്കുന്ന, എന്ത് രീതി എന്ന് ഞാൻ പറയുന്നില്ല, ശരിയല്ലാത്തൊരു രീതി ഇരിക്കുന്ന ചിത്രം അദ്ദേഹത്തിനുണ്ട്. ഒരു റേപ്പ് ഓഫ് ഇന്ത്യ എന്ന ചിത്രമുണ്ട്. അപ്പൊ എനിക്കൊരു റൈറ്റ് ടു ബി ഒഫൻഡഡ് ഉണ്ട്. ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തപ്പോൾ ഒരിക്കലും MF ഹുസൈനെ അസഭ്യം പറഞ്ഞില്ല, ചീത്ത വിളിച്ചില്ല. ഞങ്ങൾ ഒന്നെങ്കിൽ ശ്രീ MF ഹുസൈനോ ഹുസൈൻ സാറിനോ ഒക്കെ പറഞ്ഞ് നമ്മൾ ക്യാമ്പയിൻ ചെയ്യൂ. പക്ഷേ ഇതിന് എനിക്ക് വേദനിച്ചാലോ വിഷമിച്ചാലോ പോകാൻ എനിക്കൊരു സ്പേസ് ഉണ്ട്. അപ്പൊ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ റൈറ്റ് ടു ബി ഒഫൻഡഡ് എന്നൊരു സ്പേസും കൂടിയുണ്ട്. ഇപ്പൊ ഇന്ത്യ എന്തുകൊണ്ടാണ് സാത്താനിക് വേഴ്സസ്, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ 57 മുസ്ലിം രാജ്യങ്ങൾ സാത്താനിക് വേഴ്സസ് ബാൻ ചെയ്യുന്നതിന് മുമ്പേ ഇന്ത്യയാണ് ബാൻ ചെയ്യുന്നത്. രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റാണ്. കാരണം അതിലൊരു പ്രത്യേക ചില പരാമർശങ്ങൾ അപ്പോൾ വിഷമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ജാനകിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് യുക്തി വൈസ് നോക്കുമ്പോൾ ജാനകി ഒരു ജനറിക് പേരാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പോലെ വളരെ ജനറിക് ആയ ആൾക്കാർ യൂസ് ചെയ്യുന്ന പേരാണ്. ഏതെങ്കിലും രീതിയിൽ ജാനകി എന്നോ സീതയെന്നോ അല്ലെങ്കിൽ രാമനെന്നോ മേരിയെന്നോ ഫാത്തിമയെന്നോ അല്ലെങ്കിൽ യേശു എന്നോ, ഇപ്പൊ ഈശോ എന്ന സിനിമ വന്നു, അത് നോർമലാണ്, ജയസൂരജന്റെ സിനിമയാണ്. അപ്പം പള്ളിയിലെ ചില ആൾക്കാർ ഒരു ആശങ്ക പറഞ്ഞു, ഈശോ എന്ന് പറയുന്നത് നമ്മൾ ഈശോ എന്ന് വിളിക്കുന്നതാണ്, അപ്പൊ അതിനൊരു സെൻസിറ്റിവിറ്റി വേണം. എനിക്ക് തോന്നുന്നു അന്ന് ശ്രീ നാദിർഷയും ശ്രീ ജയസൂരിയും ഒക്കെ പള്ളിയിൽ അച്ഛന്മാരെ കൊണ്ട് ഈ സിനിമ കാണിച്ചു. അപ്പം അവർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, യാതൊരു കോണ്ടന്റ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത. അപ്പൊ വിശ്വാസികളെയും സെൻസിറ്റീവ് ആൾക്കാരെയും കൂടി വിശ്വാസത്തിൽ എടുക്കണം എന്നൊരു തത്വം വേണം. പക്ഷെ ജാനകിക്കൊന്നും ആപ്ലിക്കബിൾ അല്ലാത്തതിന്റെ കാര്യം ജാനകി ഒരു ജനറിക് പേര് കൂടിയാണ്. അതിലേതെങ്കിലും ഒരു പരാമർശം ഇതുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം, സെൻസർ ബോർഡ് പരമാവധി വികസിതമായ ഒരു സ്പേസിൽ നിൽക്കണം. പക്ഷെ എന്തെങ്കിലും ഒരു മെക്കാനിസം വേണം. കാര്യം നാളെ ഇല്ലെങ്കിൽ ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിക്കുന്ന സീനുള്ള സിനിമയായിരിക്കാം, അത് വേറൊരു റൈറ്റിലേക്ക് നയിക്കും. ഇന്ത്യയുടെ കൊടി കത്തിക്കുന്ന ഉള്ളതായിരിക്കാം, അമേരിക്ക കൊടി കത്തിക്കാം, പക്ഷെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയുടെ കൊടി കത്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ, കൊടിയെ, നമ്മുടെ ചില ബിംബങ്ങളെ നിയമപരമായി തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ സെൻസിറ്റിവിറ്റിയും റെസ്പോൺസിബിലിറ്റിയും വേണ്ടാന്ന് പറയരുത്, അത് പരമാവധി ബ്രോഡായിട്ടൊരു സ്പേസിൽ കൊടുക്കാം. പക്ഷേ റൈറ്റ് ടു ബി ഒഫൻഡഡ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റിയും സെൻസിറ്റിവിറ്റിയും ഒരു കാര്യമുണ്ട് നമ്മൾ മറക്കരുത്. മാം ഇപ്പോൾ പറഞ്ഞല്ലോ റൈറ്റ് ടു ബി ഒഫൻഡഡ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത്. നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ ഈ റൈറ്റ് ടു ബി ഒഫൻഡഡ് എന്നുള്ളൊരു സംഭവമുണ്ടോ? കാരണം ഇതെല്ലാം മനുഷ്യൻ്റെ ഒരു യുക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ മതങ്ങളെല്ലാം തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ സൺഡേ മാർക്കറ്റ് പോലെയാണ്. അതായത് നമ്മളുടെ ഈ ഒരു തെരഞ്ഞെടുപ്പാണ്, ശരിയായ രീതിയിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് നടത്താം, തെറ്റായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ തെറ്റായ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റൈറ്റ് ടു ബി ഒഫൻഡഡ് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു വെച്ച ആ പോയിന്റിനെ കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത്? അതായത് റൈറ്റ് ടു ബി ഒഫൻഡഡ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഭരണഘടനയിലില്ല. അത് റൈറ്റ് ടു എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അതിന് ചില റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതാണ് രാഹുൽ ഈശ്വർ ആ നിലയിൽ സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയുമ്പോഴും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ കിടക്കുന്നതാണ്. അത് ലോകത്താകെ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള റൈറ്റ് എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയിലും ആളുകൾക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ, പ്രത്യേകിച്ച് സിനിമ, കലാരൂപങ്ങൾ, നാടകം, അങ്ങനെ എത്രയോ, ഇപ്പം പാട്ട് പാടുമ്പോൾ, കവിത ചൊല്ലുമ്പോൾ, ഇതൊക്കെ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകളും അതൊക്കെ അവർ അതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനുള്ളൊരു സ്വാതന്ത്ര്യം നിലവിൽ നമ്മുടെ സൊസൈറ്റിയിൽ, ഈ ഡെവലപ്ഡ് സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ വളർന്നു വന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെ ഇപ്പോൾ ഒറ്റ കണ്ണിലൂടെ മാത്രം കണ്ടാൽ, അതായത് നമ്മളുടെ രാഷ്ട്രീയമായ താല്പര്യത്തിന്റെ കണ്ണിലൂടെ സെൻസർ ബോർഡിന് കാണാൻ തുടങ്ങിയാൽ സെൻസർ ബോർഡിന് ഒരു സിനിമയും ഇവിടെ അനുവദിക്കാൻ പറ്റില്ല. ഈ ജാനകി എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ രാഹുൽ പറഞ്ഞു, ജനറിക് നെയിം, എന്തോരം ആളുകൾക്ക് ജാനകി എന്ന് പേരുണ്ട്. ഇപ്പൊ ഇവിടെ വരുന്ന ഈ സിനിമയിലെ ഈ ജാനകി എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു വിക്റ്റിമാണ്. എത്രയോ ജാനകിമാര് നമ്മുടെ സൊസൈറ്റിയിൽ വിക്റ്റിംസ് ആയിട്ടുണ്ട്. ഇനി ഇവര് വാദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സീതയുടെ പര്യായമാണെന്നുള്ളതാണ് ജാനകി എന്നുള്ളത്. സീത എന്നുള്ള പേര് പോലും അല്ല, സീതമാര് തന്നെ എത്രയോ റേപ്പ് വിക്ടിംസ് പോലും ഉണ്ടാവാം. ഇനി വിക്ടിംസ് എന്ന് പറഞ്ഞാൽ റേപ്പ് വിക്ടിംസ് മാത്രമല്ലല്ലോ, എത്രയോ സീതമാര് വിക്ടിംസ് ആയിട്ട് ഈ സൊസൈറ്റിയിൽ ഉണ്ടാവാം. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ രാമൻ എന്തോരം ആളുകൾക്ക് പേരുണ്ട്, അതുപോലെ ഭരതൻ എന്തോരം ആളുകൾക്ക് പേരുണ്ട്. ഗുണ്ടകൾക്ക് ഭരതൻ എന്ന പേര് കാണാം, ഗുണ്ടകൾക്ക് രാമൻ എന്ന പേര് കാണാം, ജബ്ബാർ എന്ന പേര് കാണാം, അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോ ഈ ഭരതനെന്നും ലക്ഷ്മണനെന്നും ഒക്കെ പേര് കാണാം, ഇല്ലേ? ഇങ്ങനെ വരുന്ന സമയത്ത് അത് നമ്മൾ ഉപയോഗിക്കാൻ അബ്സേഡിറ്റി എന്ന് പറഞ്ഞാൽ അബ്സേഡിറ്റിയാണ് ഈ സെൻസർ ബോർഡിന്റെ ഡിസിഷൻ എന്ന് പറഞ്ഞത്. ഇപ്പൊ രാഹുലും പറഞ്ഞ ചില കാര്യങ്ങൾ, ചില മതങ്ങളെ വ്രണപ്പെടുത്തുകയോ തമ്മിൽ മനുഷ്യരെ തല്ലിക്കുകയോ ഒക്കെ ചെയ്യുന്ന ചില ഡയലോഗുകളോ അല്ലെങ്കിൽ ചില ഇൻസിഡൻസോ ഉണ്ടെങ്കിൽ അവർക്ക് സെൻസർ ചെയ്യാം.
സ്വാഭാവികമായും അത് ആ സൊസൈറ്റിയുടെ ഗുഡ് ഫെയ്ത്തിൽ, അവരുടെ ഗുഡ് ഫെയ്ത്തിൽ സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് തികഞ്ഞ അബ്സർഡിറ്റി ആയിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതാണല്ലോ രാഹുൽ അതിൽ എടുത്തു പറഞ്ഞൊരു കാര്യം. ഇതിൽ ഞാൻ രാഹുലിനോട് യോജിക്കുന്ന കാര്യം വെച്ചാൽ ജനറിക് നെയിം ആയിട്ടുള്ള ഒരു ജാനകി എന്ന് പറയുന്നത് അവർ പറയുന്നത് എന്താ, സീതയുടെ പര്യായമാണെന്നാണ്. സീതയ്ക്ക് വേറെയും പര്യായങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, അത്രയും അപ്സൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, ഞാനിട്ട് ജയന്തിക്ക് പോലും വേറൊരു ദേവിയുടെ പേരാണെന്ന് അതുപോലും അവർ സമ്മതിച്ചില്ല. നമ്മള് ജാനയുമായിട്ട് ജയന്തി ആക്കിയപ്പോ അത് ഏതോ ദേവിയുടെ പേരാണെന്ന്. 33 കോടി ദൈവങ്ങളുടെ പേരുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇനിയും ഒരു സിനിമയുടെ കഥാപാത്രത്തിന് പേരിടാൻ പറ്റും. ഒരു RSSന്റെ ഹിന്ദുത്വ അജണ്ട എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ടൂൾ അല്ലേ ഈ ഒരു സെൻസർ ബോർഡ്? അത് വളരെ ന്യൂആൻസ്ഡ് ആണ്. പെട്ടെന്ന് ഒറ്റ വീട്ടിൽ പറയാം. ശരിക്കും RSSന്റെയും ഐഡിയോളജി അല്ല ഹിന്ദുത്വം, വീര സാവർക്കറുടെ ഐഡിയോളജിയാണ്. RSSന്റെ ഐഡിയോളജി ഭാരതീയതയാണ്. അതായത് കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ഗുരുജി ഗോൾവൽക്കറാണ് RSSന്റെ ഏറ്റവും വലിയ ഐക്കൺസിലൊന്ന്. ഈ VD സാവർക്കറും തമ്മിൽ ഒരു ആശയപരമായ അഭിപ്രായ വ്യത്യാസം തന്നെയുണ്ട്. നമ്മുടെ ഭാഷ എടുത്താൽ കുറച്ചുകൂടെ സോഫ്റ്റ് റൈറ്റ് ആണ് ഈ ഗുരുജി ഗോൾവൽക്കർ, ഹാർഡ് റൈറ്റ് ആണ് ഈ VD സാവർക്കർ. രാഹുൽ പറയുന്ന പോലെ RSSന്റെ ഈ ഒരു വിഷൻ എന്ന് പറയുന്നത് ഭാരതീയതയാണോ? അല്ല, അതൊന്നുമല്ലല്ലോ. ഇപ്പൊ താങ്കൾ ചോദിച്ചൊരു ചോദ്യം, അതിന് രാഹുലിന് പറയാവുന്ന ഒരു ഉത്തരം, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, രാഹുൽ നേരത്തെ ഒരു പറഞ്ഞ പോയിന്റ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ സെൻസർ ബോർഡിൽ നോമിനേഷനാണ് നടക്കുന്നത്. ഈ കോൺഗ്രസിനാണെങ്കിൽ ലിബറൽ ആയിട്ടുള്ള ഒരു ജനാധിപത്യ സംഘടന എന്ന രീതിയിൽ എല്ലാ വിധത്തിലുള്ള ആളുകളെയും ഉൾക്കൊണ്ടു പോകും. ഇവരെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട ഉള്ളത് കൊണ്ട് സമൂഹത്തിൽ ലെഫ്റ്റും റൈറ്റും സെന്ററും ഉണ്ട്. മാഡം നിൽക്കുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ സ്പേസ് ആണ്, ഞാൻ നിൽക്കുന്ന ഒരു റൈറ്റ് കൺസർവേറ്റീവ് സ്പേസ് ആണ്. ഇനി മധ്യമുള്ള സെൻട്രിസ്റ്റുകളുണ്ട്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന് നമ്മൾ ഓവറായിട്ട് പോകുന്നതല്ല. അതായത് ഞാൻ റൈറ്റ് കൺസർവേറ്റീവ് ആണ്, പക്ഷെ ഞാൻ അൾട്രാ റൈറ്റ് അല്ല. ഞാൻ ഗാന്ധിജിയെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷേ ഗാന്ധിജിയെ കൈ പച്ചകുത്തി ഏക ഇന്ത്യക്കാരൻ ഞാനായിരിക്കും. ഇതേപോലെ തീവ്ര റൈറ്റ് വിംഗറാണ് ഗോഡ്സേവാദികൾ. അപ്പൊ RSS ആണ് ഇപ്പോൾ റൈറ്റ് വിംഗിൽ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന ഓർഗനൈസേഷൻ. അപ്പൊ അവർ വരുമ്പോൾ ആര് കയറും? അവരുടെ ആൾക്കാർ കയറും. CPM വരുമ്പോൾ ആരാ കയറുന്നത്? അല്ലെങ്കിൽ CPM-നോട് അനുബന്ധമായി കയറും. കോൺഗ്രസ് വരുമ്പോൾ രണ്ട് സൈഡിലെയും പക്ഷത്തെ കുറച്ച് ക്രിസ്ത്യാനികൾക്കും കുറച്ച് മുസ്ലിങ്ങൾക്കും കുറച്ച് ഹിന്ദുക്കളിലെ ലിബറലും കൺസർവേറ്റീവും ഇങ്ങനെയുള്ളവർക്ക് വീതിച്ചു കൊടുക്കും. ഇതാണ് എല്ലാ സെൻസർ ബോർഡിലും നടപ്പാകുന്നത്. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഒരു അന്താരാഷ്ട്ര അജണ്ട ഇല്ലെന്ന് പറയാനുള്ള കാരണം നേരത്തെ ഞങ്ങൾ സംസാരിച്ച പോലെ, അങ്ങനെയാണെങ്കിൽ ഈ എമ്പുരാൻ സിനിമ കടുത്ത ഹിന്ദുത്വ വിരുദ്ധ സിനിമയാണ്. ഒരുപക്ഷെ നമ്മുടെ റീസെന്റ് ചരിത്രത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഇതില് രാഹുൽ, ഈ എമ്പുരാൻ സിനിമയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച്, കാരണം അവരുടെ ഒരു ഭയമുണ്ട്. അതായത് എമ്പുരാൻ സിനിമ കടന്നു വരുന്നു, ആ എമ്പുരാനിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പറയുന്നുമുണ്ട്. ഇപ്പൊ ആര് നിഷേധിച്ചാലും അതിലൊരു രാഷ്ട്രീയം പറയുന്നുണ്ട്, കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ രാഷ്ട്രീയ ഹിന്ദുക്കൾക്ക് എതിരുമാണ് കൃത്യമായിട്ട്. അപ്പൊ ആ സമയത്ത് ഈ വരുന്നതിനെ മുഴുവൻ ഈ സൂക്ഷ്മ കണ്ണാടി വെച്ചിട്ടാണ് ഇവരിപ്പോ കാണുന്നത്. ഒരു കാര്യം അടി ചെയ്തോട്ടെ, അത് എടുത്തത് മുഴുവൻ ഹിന്ദുക്കളാണ്. പൃഥ്വിരാജ്, മോഹൻലാൽ, ഗോവിന്ദ്, ഇവരെല്ലാം ഹിന്ദുത്വമാണ്. അങ്ങനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഹിന്ദുക്കളായതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസം. ഇപ്പം എല്ലാവരും സങ്കുചിതമായ മതവികാരം കൊണ്ട് നടക്കുന്നവരല്ല, കലാകാരന്മാരാണ്. നല്ല ഹിന്ദുക്കളായോണ്ടാണ്. സാറൊരു ഹിന്ദുവാണ് അല്ലെ? സാറൊരു ഹിന്ദുവാണ്. ഇപ്പം സാറൊരു സിനിമ എടുക്കുമ്പോൾ അവിടെ ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുമോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെടുമോ? ഞാനിപ്പോ സാറ് പറഞ്ഞല്ലോ, ഇപ്പൊ ജാനകി എന്നുള്ള പേരിട്ടു, ആ ജാനകി എന്നുള്ള പേരിട്ടപ്പോ എന്റെ ഈശ്വര, എന്റെ മതത്തിലുള്ള ആൾക്കാരുടെ വികാരം വ്രണപ്പെടുമോ എന്ന് കരുതിയിട്ടാണോ സാർ സ്ക്രിപ്റ്റ് എഴുതുന്നത്? എനിക്കൊന്ന് എമ്പുരാനിൽ എന്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാല്, ഇപ്പൊ ഇവിടെ നിന്നും കേരളത്തിലെ സെൻസർ ബോർഡ് മെമ്പേഴ്സ് എല്ലാം ഡമ്മികളാന്ന് പറഞ്ഞത്. കാരണം എന്താണെന്ന് ചോദിച്ചാല്, എമ്പുരാൻ ഇവിടെ കണ്ട സമയത്ത് അവിടെ ഇരുന്ന് ഒരാൾക്കത് മനസ്സിലായി കാണില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടുന്ന് അപ്രൂവൽ കിട്ടിയ സിനിമകൾ ബോംബെ പോകുമ്പോൾ അവർ സ്ക്രീൻ ചെയ്യുന്നത്. എന്നെ പിടിക്കാനുള്ള കാരണം അവർ സിനോപ്സിസ് ആണ് വായിച്ചു നോക്കുന്നത്. സിനോപ്സിസ് വായിച്ചപ്പോൾ ജാനകി എന്നുള്ള പേര് ഇപ്പുറത്തെ എബ്രഹാം, അവർ സിനിമ കണ്ടിട്ടില്ല. അവർക്ക് പേടിയാണ്. ഈ സെൻസർ ബോർഡ് മെമ്പേഴ്സ് അതിനകത്ത് അധികാരപ്പെടുത്തിയവര് അങ്ങനെ ചെയ്യുന്നില്ല തോന്നലാണ് അവർ ചെയ്തത്. സിനിമ പോലും കാണാതെയാണ് തീരുമാനം. സിനിമ കണ്ടിട്ടില്ല, അവരാരും സിനിമ കണ്ടില്ല. അതാണ് ഏറ്റവും വലിയ കുറച്ചുകൂടെ രാഷ്ട്രീയ പാർട്ടി പേരെടുത്ത് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ ഐഡിയോളജിക്കലി ഏറ്റവും വലിയ ആന്റി BJP മൂവിയാണ് എമ്പുരാൻ. അതിനേക്കാൾ മോശം, അതായത് ശരിയോ തെറ്റോ രണ്ടാമത്തെ കാര്യം. പക്ഷെ ഇത്രയും BJP-യുടെ പ്രത്യയശാസ്ത്ര അടിത്തറയെ മാത്രമല്ല, BJP-നോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ എന്ന് അവര് വിശ്വസിക്കുകയും ആളുകൾ, മോഹൻലാലും
പിന്നെ ഗോപി, മുരളി ഗോപി, ഈ രണ്ടാൾക്കാരാണ് ഈ സ്ക്രിപ്റ്റും നായകനും. പെട്ടെന്ന് ഒരു കൗതുകം പറയട്ടെ. മുരളി ഗോപിയുടെ അച്ഛൻ സാക്ഷാൽ ഭരത് ഗോപി BJP മെമ്പർ ആയിരുന്നു. പൃഥ്വിരാജൻ അമ്മ മല്ലികാ സുകുമാരൻ കഴിഞ്ഞ ഇലക്ഷന് പോലും നരേന്ദ്രമോദി ക്യാമ്പയിൻ മോഹൻലാൽ അടുത്ത RSന്റെ ആളാണ്. പക്ഷേ എന്റെ ആ കാര്യത്തിലെ സന്തോഷം, ഇവർക്കാർക്കും ഈ തീവ്ര ഹിന്ദുത്വം ഇഷ്ടമല്ല. ഒരു മൃദു ലൈനിൽ പോയാൽ ഓക്കെ, പക്ഷെ ഈ ഒരു മൃദു ലൈനിൽ പോയാൽ ഓക്കെ, നമ്മൾ ഹിന്ദുവാണ്, എനിക്കതിൽ അഭിപ്രായം, മുസ്ലിം ക്രിസ്ത്യാനിയും വേണം. പക്ഷേ എമ്പുരാൻ സിനിമയുടെ നന്മ അതാണ്. ഇത്രയും ആന്റി ഹിന്ദുത്വം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ കോൺഗ്രസ് അതൊരു വസ്തുത പറഞ്ഞതാണ്. അത് ആ സംഭവം ഉണ്ടായിട്ടുള്ളതാണല്ലോ, ആർക്കാ നിഷേധിക്കാൻ പറ്റുന്നത്? ചരിത്ര BJP കേരളം പിടിക്കാൻ വരുന്നു എന്നിട്ട്, അതായത് അതിലെ നായകനായ നമ്മുടെ മോഹൻലാലിനോട് സ്റ്റീഫൻ നെടുമ്പള്ളിയോട് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി നശിക്കാൻ പോവാണ്, നിങ്ങളൊന്ന് രക്ഷിക്കണം. അതായത് BJP അധികാരത്തിൽ വരാൻ ചാൻസ് ഉണ്ട്, നിങ്ങളൊന്ന് ഈ നാടിനെ രക്ഷിക്കണം. ഇതിനേക്കാൾ പച്ച രാഷ്ട്രീയം സിനിമ ഇതേ സെൻസർ ബോർഡാണ് സെൻസർ കൊടുത്തത്. അതും ഒരു തീവ്ര ഹിന്ദു വിരുദ്ധ സിനിമ അല്ല, ഇത്തരം സിനിമകൾ നേരത്തെയും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം 1975 അടിയന്തരാവസ്ഥയുടെ സമയത്ത് PA ബക്കർ സംവിധാനം ചെയ്ത കബരി നദി ചുവന്നപ്പോൾ എന്നുള്ളൊരു സിനിമ, സ്വാഭാവികമായിട്ടും ഇന്ദിരാഗാന്ധിയാണ് പ്രൈം മിനിസ്റ്റർ. ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള ഒരുപാട് സിനിമകൾ 1800 അടി റീലുകൾ അതിൽ നിന്ന് എടുത്ത് മാറ്റി എന്നാണ് പറയുന്നത്. അതിന്റെ പ്രൊഡ്യൂസർ പറയുന്നത് ഈ തീവണ്ടി കയറി ഇറങ്ങി ചതഞ്ഞ ശരീരം അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി നല്ല രൂപമായിരിക്കും എന്നാണ് പറഞ്ഞത് ആ സിനിമയുടെ. എന്നിട്ടും കബനി നദി ചുമക്ക് തന്നെ ചെയ്തത്. അതെ അതെ. എന്നിട്ടും അപ്പൊ ഇതില് ഇവരിപ്പോ എന്താ പറയാ, ജാനകി ഇത് ശരിക്കും പറഞ്ഞാൽ ആ സെൻസർ ബോർഡിനെ ശരിക്കും അപ്സൈഡ് ആക്കി ഡിക്ലെയർ ചെയ്യുന്ന ഒരു സംഭവമായി മാറി ഈ ജാനകിയുടെ വിഷയം. അതും ഈ സുരേഷ് ഗോപി അഭിനയിച്ച ഒരു സിനിമയിൽ ഉണ്ണി പറഞ്ഞൊരു പോയിന്റ് ഇല്ലെങ്കിൽ, അതായത് ഇനി നമ്മൾ കാണാത്ത ആംഗിൾ ഉണ്ടോ എന്ന് അറിയില്ല. അതായത് യഥാർത്ഥത്തിൽ ഉണ്ണി പറഞ്ഞപ്പോഴേ എനിക്കും അത് കത്തിയുള്ളൂ. അതായത് വേറെ ഒരു സാമുദായിക കൊണോട്ടേഷൻ അതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയില്ല. ഓരോ ഷോട്ട് എടുത്ത് വെച്ച് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ട്, അടുത്തത് എന്തായിരിക്കും, അപ്പൊ ഈ എക്സ്പ്രഷൻ ഇടുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അടുത്ത ഷോട്ടിന് എന്താണ് സാധ്യത, അങ്ങനെ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പോലും ഞാൻ പറയുന്നത് എന്താ പറയുക, ഇവർ ഇത് മറ്റേ നിരോധിച്ച് കളയുക എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിന് പകരം അതിൽ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ വരുന്ന രീതിയിലോ. അതായത് ശരിക്കും ആ പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ചിലപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതേ ആയിരിക്കില്ല, നേരെ തിരിച്ച് അതിന്റെ ഉള്ളിലൊരു മതസ്പർദ്ധയുടെ ആംഗിൾ വരുന്നതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ മറ്റൊരു വിഷയം എനിക്ക് തോന്നിയത്, സാധാരണ ഒരു ഇതിപ്പം സിനിമ കണ്ടിട്ടില്ല, ഏത് രീതിയിലുള്ള അതിക്രമത്തിനാണ് ജാനകി എന്ന കഥാപാത്രം ഇരയായതൊന്നും എനിക്കറിയില്ല. അഥവാ അതൊരു റേപ്പാണെങ്കിൽ, സ്വാഭാവികമായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ഒരു റേപ്പ് വിക്ടിമിന്റെ പേര് നമ്മൾ അങ്ങനെ പുറത്തു വിടാറില്ല, ഇല്ലേ? ഒരു പബ്ലിക്കിലേക്ക്, വാർത്താ മാധ്യമങ്ങളിലേക്കോ പബ്ലിക്കിലേക്കോ പുറത്തു വിടാറില്ല. പക്ഷെ എങ്കിലും സിനിമയിൽ ഒരു പേരുണ്ടാവുമല്ലോ. അതാണ്. അപ്പൊ ഞാൻ ആ രീതിയിലൊന്ന് ഊഹിച്ചതാണ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ജാനകിയും കേരളവും, അതായത് നമ്മുടെ നാടിന്റെ ഏതോ അങ്ങനല്ലേ വരൂ. അല്ലെങ്കിൽ സർവൈവറിന് വേണ്ടിയാണല്ലോ സർക്കാർ വാദിക്കുന്നത്. ജാനകിക്ക് ഒരു നീതി നിഷേധം ഉണ്ടായി കാണും, അറിയില്ല കേട്ടോ. ലഭ്യമായ കോടതിയിലെ ഒരു ഡ്രാമ, കോർട്ട് ഡ്രാമ ഫിലിം എന്നുള്ള രീതിയിലാണ് അവരത് പറയണത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ആണ്, കേരള സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ തിരിച്ചാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ജാനകിയോട് വാദിക്കുന്നതാണ്. പക്ഷെ ഞാൻ പറയാം, ഇത് കേരള സർക്കാരിന് എതിരായിട്ടുള്ള ഒരു ഇതായിരുന്നെങ്കിൽ ഈ സെൻസർ ബോർഡ് ഇങ്ങനെ അഭിപ്രായം പറയില്ല. അത് അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇപ്പൊ എന്റെ ഒരു ഒബ്സർവേഷനിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് നാഥുറാം ഗോഡ്സെയാണ്. നമ്മുടെയൊക്കെ ആരാധ്യനായ മഹാത്മയെ അദ്ദേഹം വധിച്ചു. അദ്ദേഹം വൃദ്ധനായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ്, നാഥുറാം ഗോഡ്സെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ വില്ലൻ. അദ്ദേഹത്തിന്റെ പേര് നോക്കൂ, നാത്തു റാമെന്നാണ്. അവിടെ ഒരു റാമുണ്ട്. ഈ നാത്തു എന്ന് പറയുന്നത് നമ്മളെ കാതിലിടുന്ന കമ്മലിനാണ് ഈ നാത്തു എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ നാഥുറാം ഗോഡ്സെ എന്ന് ഇനിയിപ്പോ പറയാൻ പറ്റാത്തൊരവസ്ഥ വരും എന്നുള്ളതാണ് എനിക്ക് ചർച്ച ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഇതെല്ലാം ഒരിടത്ത് എത്തിക്കാനാണോ അതെ സെൻസർ ബോർഡിന്റെ പ്രവർത്തനത്തെ നമ്മൾ വിമർശിക്കാനാണ്? അല്ലെ, നമ്മൾ ഈ സെൻസർ ബോർഡ് ഇങ്ങനെ പറയുമ്പോൾ നമ്മളുടെയൊക്കെ പേരിന് നമ്മളിപ്പോ ഉണ്ണി എന്ന് പറയുന്ന പേര്, ഉണ്ണി എന്ന് എനിക്ക് ഒന്ന് വിളിക്കാൻ പോലും, കാരണം ഉണ്ണി എനിക്കിപ്പോ വഴക്ക് പറയണമെന്നുണ്ടെങ്കിൽ, ഉണ്ണി എനിക്ക് ഒന്ന് തെറി പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള ഇദ്ദേഹം പറഞ്ഞൊരു അവിടെ ഒരു ഈശ്വരുണ്ട്. നോക്കൂ, നമ്മളുടെ വിഷയം ഈ സെൻസർ ബോർഡിന്റെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതായത് ഓരോ സംവിധായകർക്കും അല്ലെങ്കിൽ കഥാകൃത്തിനും സ്വതന്ത്രമായി അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടു കൂടി അവരുടെ കലാരൂപങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള അവകാശം അവർക്കുണ്ട്. ആ അവകാശം കൊടുക്കുന്നതായിരിക്കും
ആയിരിക്കണം അല്ലാത്ത സെൻസർ. അവകാശം എന്ന് പറയാൻ പാടില്ല. ഇപ്പൊ എന്റെ സ്വഭാവം എല്ലാം എനിക്ക് സമൂഹത്തിൽ കാണിച്ച ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ടാവും. അല്ല, അതിന് റീസണബിൾ റെസ്ട്രിക്ഷൻസ് വേണം. റെസ്ട്രിക്ഷൻസ് വേണം. ഇപ്പൊ റീസണബിൾ ആയിരിക്കണം. ഞാൻ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, ഓറിയന്റേഷൻ പറയുന്നുണ്ട്, സിനിമ ഇസ് ആൻ ആർട്ട്. അതിനെ പരിക്കേൽപ്പിക്കാതെ പുറത്തു തരിക എന്നുള്ളത്. അത് എന്തെങ്കിലും സാമൂഹിക വിപത്ത് ഉണ്ടാക്കുന്നതാണെങ്കിലോ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ തിരിയുവാണെങ്കിൽ നമുക്ക് അത് കത്രിക വെക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു കത്രിക ആണ്, കത്രിക ആര് പിന്നെ എന്തുകൊണ്ടാണ് കാശ്മീർ ഫയൽസിനും കേരള സ്റ്റോറിക്കും കത്രിക വെക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് എമ്പുരാന് കത്രിക വെക്കാതിരുന്നത്? അല്ല, അത് സെൻസർ ബോർഡ് കത്രിക വെച്ചല്ല എമ്പുരാൻ. എമ്പുരാന്റെ മാർക്കറ്റിംഗിന് വേണ്ടി എമ്പുരാന്റെ ടീം കത്രിക വെച്ചാണത്. താങ്കൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്? സെൻസർ ബോർഡ് പറഞ്ഞിട്ടില്ല കട്ട് ചെയ്യാൻ, ഈ ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സെൻസർ ബോർഡ് 2 സീനേ കാശ്മീർ ഫയല് ഞാൻ ഒരു അല്ല, സബ്സിക്വന്റ് ആയിട്ട് വന്ന ഈവന്റില് പറഞ്ഞില്ലേ? അവര് പറഞ്ഞു ഞങ്ങൾ ചെയ്യാം. 17 കെട്ട് സ്വന്തമായിട്ട് ചെയ്യാം. അവര് ചെയ്യാമെന്ന് പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യാമെന്നാണ് പറഞ്ഞവര്. ഈ ഒരാഴ്ച അവരുടെ ഒരു ബൂം പീരീഡ് ആയിരുന്നു. അല്ല, അത് സാറ് പറയുന്നു ഓക്കെ, Factually correct. മാർക്കറ്റിംഗിന് വേണ്ടിയാണ് എമ്പുരാൻ. പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാലേ അതിനുശേഷം ഈ വിവാദം ഉണ്ടായപ്പോ ഒന്ന് തണുപ്പിക്കാനായി ഞങ്ങളായിട്ട് തന്നെ 17 കെട്ട് മാറ്റാം. ഇതാണ് സത്യം പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് എമ്പുരാൻ സിനിമയുടെ കാര്യം. എന്തുകൊണ്ട് കാശ്മീർ ഫയൽസ്, എന്തുകൊണ്ട് കേരള സ്റ്റോറി? കുറച്ചുകൂടെ കൃത്യമാണ്. കാശ്മീർ ഫയൽസ് ഒരു റൈറ്റ് വിങ് പ്രൊപ്പഗാൻഡ മൂവിയാണ്. വിത്ത് ഡ്യൂ റെസ്പെക്ട്, എന്നെ ആ പരിപാടിക്ക് വിളിച്ചിട്ട് ഞാൻ പോയിട്ടുള്ളതാണ്. അതൊരു റൈറ്റ് വിങ് പ്രൊപ്പഗാൻഡ മൂവിയാണ്. അല്ലെന്ന് പറഞ്ഞൊരു കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പം കേരള ഫയൽസ് എന്ന് പറഞ്ഞാൽ, കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ 3 പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി. നമ്മുടെ നാട്ടിൽ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. നിമിഷ, ഫാത്തിമ, സോണിയ, മറിയം. പക്ഷെ അതിന് 32,000 എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു കേരളത്തിൽ എല്ലാം കൂടെ മോശമാണെന്ന് പറയുന്നതാണ്. അപ്പൊ എവിടെങ്കിലും മാഡം പറഞ്ഞൊരു കാര്യം, റീസണബിലിറ്റി വേണം. അല്ല, അതാണ് കേരളം എന്നുള്ളൊരു മതസൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സംസ്ഥാനത്തെ ഇത്ര വികലമായ രീതിയിൽ ചിത്രീകരിക്കുക എന്നുള്ളൊരു സിനിമയുണ്ടല്ലോ, അത് ഇതുപോലെ വ്രണപ്പെടുന്ന അതൊക്കെയാണ് വ്രണപ്പെടുന്ന സംഭവം. അത് നമുക്ക് ഞാനൊരു മലയാളിയാകുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായി. എനിക്കത് ഭയങ്കര ദേഷ്യമായി. എന്നെ തന്നെ കുറെ പേര് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഒരു റൈറ്റ് ലീഡിങ് ആളല്ലേ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ജനിച്ച നാടാണ് കേരളം. എന്റെ കേരളത്തിൽ നമ്മള് ജനിച്ച നാടാണ്, നമ്മള് മലയാളമാണ്. ഇത്രയും വികലമായ രീതിയിൽ കേരളം എന്ന സംസ്ഥാനത്തെ ചിത്രീകരിക്കുന്ന ഒരു സിനിമയ്ക്ക് സെൻസർ ബോർഡിന് യാതൊരു പ്രശ്നമില്ല. അതൊരു കേരളം മാത്രമാണ് അവർക്ക് അതല്ല, ഉണ്ണി പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ട് എന്ന് സെൻസർ ബോർഡ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ ഈ ഒരു പേരിന്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ കഥ എന്താണെന്ന് നമ്മൾക്ക് ആർക്കും അറിയുകയുമില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല, അല്ലേ? അപ്പൊ കോടതി എന്തായാലും ഞാൻ വിക്ടിമാണ് മാഡം. അതിന്റെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി ജയന്തി ആക്കിയതാണ്, ഞാൻ അനുഭവിച്ചതാണ്. അവരെന്നോട് പറഞ്ഞതാണ് ജാനകി പാടില്ല, എബ്രഹാം പാടില്ല, എബ്രഹാം കൃഷ്ണനും മോഹനമാക്കുമെന്ന് പറഞ്ഞാണ്. കോടതിയിലേക്ക് പോവാത്തത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മുട്ടിയ വാതിലുകള് വലിയ വാതിലുകളാണ് മുട്ടിയത്. ഈ പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളെ വരെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരെന്നെ ഇഗ്നോർ ചെയ്തതാണ്, എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. വിശ്വസിക്കുമോ? നിങ്ങളുടെ പടം നിങ്ങൾ കോടതി പോകും, നിങ്ങൾ അല്ലെങ്കിൽ അവിടെ പോകും, ഇവിടെ പോകും, നിങ്ങളുടെ പടം ഞാൻ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കളയും പറഞ്ഞാണ്. നാഷണൽ അവാർഡ് ഇഫ് ചെയ്തും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു. അല്ല, കണ്ടില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞില്ല, അപ്പൊ ഒരു ഭീഷണിപ്പെടുത്തൽ അവിടെ നടക്കുന്നുണ്ട്. അത് ഒരു സർക്കാരോ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റും? സർക്കാരല്ല ഇത് പറയുന്നത്, അത് മനസ്സിലാക്കണം. സർക്കാർ ഇടനിലക്കാരാണ്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഓണറിന്റെ തീരുമാനമല്ലത്. അതൊരിക്കലും ഞാൻ ഒരിക്കലും പറഞ്ഞു. ഞാനൊരു സത്യസന്ധമാണ്, ഞാനൊരു കൺസർവേറ്റീവ് നിന്നോണ്ട് പറയാം. ഞങ്ങൾ ഇടയ്ക്ക് നമ്മുടെ മീറ്റിംഗ് പറയും, ഓവർ ആക്കരുത്, ഉള്ള വിലയെ കൂടെ എല്ലാം ആവും. നമ്മൾ എവിടെങ്കിലും ഒക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പിടിച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണം, സെൻസിറ്റീവ് ആവണമെന്ന് പറഞ്ഞ ആൾക്കാർ കേൾക്കും. നീ ഓവറാക്കി ഈ 1 ഇഞ്ചിന് പകരം 1 കിലോമീറ്റർ എടുത്താൽ അതാരും വാല്യൂ വെക്കില്ല. അപ്പൊ ഒരു റീസണബിലിറ്റി ഇതിൽ പ്രധാനമാണ്. ഇപ്പൊ ഏതെങ്കിലും ജാനകിയെ പേരെടുത്തോ, ഉദാഹരണം പറയാം, ജാനകി നിന്റെ ഹസ്ബൻഡ് നിന്നെ ഉപേക്ഷിച്ച പോലെ ഈ ജാനകി ഉപേക്ഷിച്ചു, അതായത് രാമനെ വെച്ചെന്ന റെഫറൻസ്. ഞാനെന്നൊരു ഹിന്ദു, എനിക്കത് വേദന തോന്നും, ഞാൻ അതിൽ വിഷമിക്കും, ഞാൻ ചിലപ്പോൾ പ്രതിഷേധിക്കും. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു കോണ്ടെക്സ്റ്റും ഇല്ല. നോക്കൂ, ചില സിനിമകളിൽ ഈ ഇതൊരു വിവാദാക്കാന്നും പറയല്ല, ചില സിനിമകളിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സ്ത്രീകളെ ജാനകി ഇടത്തിയുടെ വീട്ടിലേക്കാണ് ചേട്ടാ പോണത് ചോദിക്കാറുണ്ടാ? ഇല്ലേ? ഇല്ലേ? അല്ല, അവിടെ ജാനു എന്നാണ് പേരിട്ടിരിക്കുന്നത്. അവിടെ ഒരു ജാനകി ചീരയെന്നായിരുന്നു പണ്ട് വിളിച്ചോണ്ടിരുന്നത്. അതൊരു സവർണബോധത്തിന്റെ ഭാഗമാണ്. സിനിമകളിൽ തന്നെ അങ്ങനെയാണ് ഒരുപാട് വിഭാഗങ്ങളുണ്ട്. എല്ലാരോടും ഇപ്പൊ മേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആരാണ്? മേരി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ അമ്മയാണ്. അപ്പൊ ആ വാക്കിനൊരു പവിത്രതയുണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ പറയുന്ന ചില വാക്കുകൾക്ക് അതിന്റെ ഇവിടെ സീത എന്നല്ലല്ലോ. അതെ, ഞാൻ പറഞ്ഞത് അല്ല, അത് അങ്ങനെയുള്ള ചില സിനിമകളിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ കഥാപാത്രത്തിന് ജാനകിയുടെ വീട്ടിലേക്കാണോ പോണത്, അല്ലെങ്കിൽ ജാനകിയുടെ അല്ലെങ്കിൽ അത് ഒരു എന്താ പറയുക മാർക്കറ്റിനെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പേരും കൂടി ചേർത്ത് പറയും. നമുക്കത് ആ വീടും നമ്മൾ കാണുന്നില്ല, ആ ആളെയും നമ്മൾ കാണില്ല, പക്ഷെ നമ്മൾ ആ കഥാപാത്രത്തിനെ മനസ്സിൽ സങ്കല്പിക്കും.
അവർക്ക് ഇതാണ് പണി എന്ന നിലയിൽ. അങ്ങനെയൊക്കെ എത്രയോ പേരുകൾ ഇവിടെ ഉണ്ടെന്നേ. ആ സമയത്ത് നമ്മളെ മനസ്സിൽ സീത വരുന്നില്ല, സീതയും വരുന്നില്ല, രാമന് സീതയും രാമായണം ഒന്നും അപ്പൊ വരുന്നില്ല. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, യുക്തിരഹിതമായിട്ടുള്ള ഓരോരോ കണ്ടെത്തലുകളുണ്ടല്ലോ. അതെ, ഇത് വെറും ഒരു ജാനകിയുടെ പേരിൽ ഉണ്ടാക്കിയ ഒരു വിഷയമാണെങ്കിൽ ഈ നിലനിൽക്കുന്ന സെൻസർ ബോർഡിന് തികഞ്ഞ അപ്സൈഡ് ആയിട്ടുള്ളതാണെന്ന് ജനം വിലയിരുത്തും. അതായത് പേര് മാത്രമാണ് അവിടെ വിഷയം എന്നുള്ളത്. അല്ലല്ല. ജാനകി ജോസഫ് വരും എബ്രഹാം വരുമ്പോ വിഷയം വരുന്നത് അത് പേര് മാത്രം വിഷയം ആയതുകൊണ്ടായിരിക്കുമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ വിഷയത്തിൽ നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമാ സംഘടനകൾ ആ സമയത്ത് എന്ത് ചെയ്തു എന്നുള്ളതും സിനിമാ പ്രേക്ഷകർ എന്ത് ചെയ്തു എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഒരു ആർട്ടിസ്റ്റിന് അയാളുടെ വർക്ക്, ഇപ്പം ഒരു തൊഴിലാളിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു, അപ്പം കുറേ തൊഴിലാളി സംഘടനകളുണ്ട്, ഒരു സംഘടന ഇടപെടുന്നില്ല, കാര്യം അയാൾ ഞങ്ങളുടെ മെമ്പർ അല്ല എന്ന് പറയുന്നത് ആ സംഘടന നിലനിൽക്കുന്നതിൻ്റെ ബേസിക് ഐഡിയ തന്നെ തെറ്റാണെന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഫെഫ്കെ അടക്കമുള്ള സംഘടനകൾ കൂടെ നിൽക്കുക, അതിന് വേണ്ടുന്ന സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് സെൻസർ ബോർഡ് പോലൊരു സിനിമയുടെ മേഖലയിൽ ഈ സിനിമയെ പുറത്തെത്തിക്കാൻ വേണ്ടി ഒരു അവസാന സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു ഏജൻസി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഭാഗത്തു നിന്നൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിനെതിരെ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടതും സംസാരിക്കേണ്ടതും ഈ പറയുന്ന സംഘടനയാണ്. അപ്പം ഞങ്ങളുടെ മെമ്പർക്ക് ഒരു പ്രശ്നം വരട്ടെ എന്നിട്ട് നമ്മൾ പ്രതികരിക്കുക, അതിപ്പോ മറ്റേ മെമ്പർ ആയാലേ പ്രതികരിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഇദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ട് കിട്ടേണ്ടതായിരുന്നു. അതിനകത്ത് വേറെ പ്രശ്നമൊക്കെയാണ്. എന്നോട് ചോദിച്ചതാണ് ഞാൻ എന്താണ് നിങ്ങളുടെ പ്രശ്നം എബ്രഹാം ജാനകി. അപ്പൊ സീത വളരെ ഭർത്താവിന്റെ കീഴിൽ ജീവിച്ച ഒരാളാണ്. ഭർത്താവ് എവിടെ കിടന്നു അവിടെ കിടക്കി, എന്ത് കഴിച്ചു അത് കഴിക്കുകയും കാട്ടിൽ പോവുകയും ചെയ്തില്ലേ. അവര് നമ്മുടെ ഹിന്ദു സോക്കോൾഡ് ഹിന്ദു അല്ല, നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഒരു പെണ്ണ് ജനിച്ചു കഴിഞ്ഞാൽ അത് അച്ഛന്റെ തണലിലാണ്, പിന്നെ ഭർത്താവിന്റെ തണലിൽ, പിന്നെ മക്കളുടെ രീതിയിലാണ് ജീവിക്കുന്നത്. ഒരു പെണ്ണിന്, ഒരു സ്ത്രീക്ക് 65 വയസ്സായ പിന്നെ ഗ്ലോറിഫൈ ചെയ്ത് ദൈവത്തിന്റെ സ്ഥാനം കൊച്ചുമക്കളെ അനുഗ്രഹിച്ചവർ ജീവിച്ചോണം. പക്ഷെ എന്റെ ജാനകി വിപ്ലവകാരിയായിരുന്നു. അവർ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചു. അത് പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അമീഷ് എന്ന് പറഞ്ഞ ഒരു റൈറ്റർ ഉണ്ട്. അദ്ദേഹം സീത എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഈ സീത വിപ്ലവകാരിയാണ്, സീത ഫൈറ്റ് ചെയ്യുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ മാം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ജാനകിയുടെ വീട് തപ്പിയിറങ്ങുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സീൻ സിനിമയെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊന്നും ഈ സീതയെക്കുറിച്ചോ രാമനെക്കുറിച്ചോ രാമായണത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കത്തോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഈ അനാവശ്യമായ രീതിയിൽ ഈ മതവികാരം വ്രണപ്പെടുന്നു, നമ്മൾ മാനസികമായി നമുക്ക് വിഷമം വരുന്നു. അത്തരത്തിലുള്ള ചില വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ചില ആൾക്കാർ ഓവറാക്കാറുണ്ട്. അതൊക്കെ ഒരു രാഷ്ട്രീയ അതൊക്കെ രാഷ്ട്രീയ നടന്നൊരു സംഭവം പറയാം. ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്നൊരു സിനിമയുണ്ട്. അതിൽ അവസാനം ഈ ഭാര്യമാരെ ഇവർ പറ്റിച്ച് വേറെ യാത്ര ചെയ്യുന്നു എന്നൊക്കെയാണ്. അവസാനം അവർ നന്നാൻ വേണ്ടി ഇവരെ കാണിക്കാൻ വേണ്ടി ശബരിമല മാലയിട്ട് വരുന്നൊരു സീനാണ്. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളിനെ വിളിച്ചു, നമുക്ക് ഇതിനെതിരെ പരാതി കൊടുക്കണം. അതെ അങ്ങനെ ഓവറാക്കാതെ അവര് നല്ല കോണ്ടെക്സ്റ്റ് കാണിച്ചാണ്. അതായത് ഞങ്ങൾ വ്രണപ്പെട്ടിട്ടൊന്നുമല്ല, ഇത് രാഷ്ട്രീയമായി മിസ്യൂസ് ചെയ്യുന്നവരുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ജെനുവിൻലി ഒഫൻഡഡ് ആകും. കേരളത്തിൽ വേറെയും ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോ ഒരു ഭാരതാംബ വിവാദം നടക്കുകയാണ്. അപ്പോ അത് വളരെ ബോധപൂർവം ഉണ്ടാക്കുന്നതാണ്. അത് ഗവർണർ അത് ബോധപൂർവം ഉണ്ടാക്കിയതാണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് ഒരു ഭാരതാംബയുടെ അവിടെ കൊണ്ടുവയ്ക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഭാരതാംബ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. ഭാരതാംബയുടെ കയ്യിലെ കൊടി ത്രിവർണ്ണ പതാകയാണ്, അല്ലാതെ നമ്മൾ കാവിക്കൊടി കണ്ടിട്ടില്ല. അത് മതി, അതായത് കാവിക്കൊടി വേണ്ട, പക്ഷെ ഇന്ത്യൻ കൊടിയാണെങ്കിൽ കൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഭാരതാംബയെ നമ്മൾ അംഗീകരിച്ചേനെ. പക്ഷെ ഇത് ആ കൊടിയോടുകൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഭാരതാംബ അല്ലാതെ അത് വേറെ ഉദ്ദേശത്തോട് കൊണ്ടുവരുന്ന ഒരു ഭാരതാംബയാണ്. അതിങ്ങനെ തുടർച്ചയായിട്ട്, നേരത്തെ മാഡം ചോദിച്ചൊരു ചോദ്യമുണ്ട്, തുടർച്ചയായി ഓരോരോ സംഭവങ്ങൾ കൊണ്ടുവരുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ട. ഇപ്പൊ നവ്യ നായർ പ്രധാന കഥാപാത്രമായി ജാനകി ജാനെ, ഉണ്ണി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിനകത്ത് ആ കഥാപാത്രം, അതെ, ആ സിനിമയില് ഇരുട്ടാവുമ്പോ ആ കഥാപാത്രത്തിന് പേടിയാവും അല്ലെ. അപ്പോ നമ്മൾ ഈ ജാനകി സീത എന്നുള്ളൊരു കഥാപാത്രത്തിനെ വളരെ പവിത്രമായ രീതിയിലാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോ ഇരുട്ടാവുമ്പോ ജാനകിക്ക് പേടിയാവും. അപ്പൊ ജാനകി അവിടെ ഒരു പേടിത്തുണ്ടിയാണ്, ഒരു ദുർബലയാണ് ആ കഥാപാത്രം. അപ്പം എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് അവിടെ വെട്ടിപ്പരിക്കേൽപ്പിക്കാത്തത്? സെൻസർ ബോർഡിന്റെ വിഷയം മാത്രല്ല, സീത ആക്ച്വലി ഒരു വിക്ടിം, അവരുടെ ഒരു കഥാപാത്രം ജാനകിയല്ല, സീത. ഈ പറഞ്ഞ ഈ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കുന്ന ആളുകളുടെ സീത യഥാർത്ഥത്തിൽ ഒരു വിക്ടിം തന്നെയല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇങ്ങനെ സീതായനം എന്നൊരു വിശ്വാസികൾക്ക് പോലും, അതായത് സീതായനമാണ് ശരിക്കും, സീതയ്ക്ക് ജസ്റ്റിസ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന ഒരു പക്ഷെ ഇത് പോസിറ്റീവായിട്ട് അവതരിപ്പിച്ചാൽ മതി. വിശ്വാസം കുറച്ച് സെൻസിറ്റീവാണ്. മാഡം പറയുന്ന യുക്തിയിൽ അത് പ്രവർത്തിക്കില്ല.
അതായത് ലെഫ്റ്റ് ലിബറൽസ് പലപ്പോഴും റാഷണാലിറ്റിയിലും യുക്തിയിലുമാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ വിശ്വാസികൾ കുറച്ചുകൂടെ സെൻസിറ്റിവിറ്റിയിലും ഇമോഷനിലുമാണ്. അപ്പൊ ഇവരെയും വേദനിപ്പിക്കാതെ പോയാൽ മതി. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, അതിൽ തർക്കമില്ലല്ലോ. മാം പറഞ്ഞ പോലെ തന്നെ അതൊരു സോഷ്യലിസ്റ്റ് രാജ്യം കൂടിയാണ്. ഈ ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാജ്യം പതിയെ 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 ഇതുപോലെ വിശ്വാസങ്ങൾ വ്രണപ്പെടുന്നു, ഇതുപോലെ തന്നെ മതവികാരം വ്രണപ്പെടുന്നു എന്ന രീതിയിലേക്ക് പോകുന്നത് രാഷ്ട്രീയ അജണ്ടയാണ്. എല്ലാ കാലത്തും ഇതൊരു ബാലൻസ്. ഒരു ഉദാഹരണം പറയാം, നമ്മൾ വന്ദേ മാതരം നാഷണൽ സോങ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ അതിൽ ദുർഗാസ്തുതി ഒക്കെ ഉണ്ട്. അപ്പം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലെ ആൾക്കാർക്ക് അതിനോട് യോജിപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ആ 2 പാരഗ്രാഫ് എടുത്ത് മാറ്റി. ഇപ്പം തുമി ദുർഗ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അറസ്റ്റുകാർ പാടുന്ന ഒരു ലൈൻ ഉണ്ട്, അതങ്ങ് എടുത്തു മാറ്റി സെക്കുലറൈസ് ചെയ്തു, അല്ലെങ്കിൽ ബഹുസ്വരവൽക്കരിച്ചു. എന്ത് ഇപ്പൊ രഘുപതി രാഘവ രാജാറാം, നമുക്ക് ശരിക്കും ഇത് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഗാന്ധിജിയാണ്, രണ്ടാമതേ ശ്രീരാമനെ പോലും ഓർമ്മ വരും. ഇതിൽ ഈശ്വരല്ല തേരോനാവുന്ന ഒരു വരിയുണ്ട്, വളരെ ഫേമസ് ആയ. ഇങ്ങനല്ല ഒറിജിനലി പാട്ടിന്റെ വരി. 500 വർഷമായിട്ടുള്ള ആ പാട്ടിന്റെ 2 വരി ഗാന്ധിജി എഡിറ്റ് ചെയ്ത് മാറ്റി പുതിയതായി ഗാന്ധിജി എഴുതി ചേർത്തതാണ് ഈശ്വരല്ല തേരോനാം സബുക്കോ സന്നദ്ധ ദേ ഭഗവാൻ. ലക്ഷ്മണാചാര്യാണ് എഴുതിയത് 500 വർഷം മുമ്പ്. ഇതൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പൊ എന്തിനാ നമ്മുടെ കൊടി തന്നെ ഗാന്ധിജി വിഭാവനം ചെയ്യുമ്പോൾ ഈ കാവി അല്ല, ഈ ബാലൻസിങ് നമ്മുടെ സൊസൈറ്റിയുടെ ബാലൻസിങ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. ബാലൻസ് ചെയ്താൽ മതി. അല്ല, അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അതെ അതെ. ഇപ്പം സൗത്ത് കൊറിയ എന്നൊരു രാജ്യം, അത് വളരെ ദരിദ്രമായ ഒരു രാജ്യമായിരുന്നു. ഇപ്പൊ അത് പതിയെ 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 സാമ്പത്തികമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ കൾച്ചറൽ എക്കണോമിയാണ്. ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുമല്ലോ, അതെ അതെ, കെ ഡ്രാമാസ് പറയുമല്ലോ, കൊറിയയിൽ നിന്ന് വന്ന സിനിമകൾ. നമ്മളുടെ മലയാളികളെല്ലാം കൊറിയൻ സിനിമകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ പോലെ 10 കൊറിയൻ സിനിമകൾ കണ്ട ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ കൊറിയൻ സിനിമയ്ക്ക് അത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇപ്പം ലോകത്ത് മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൊറിയയിൽ നിന്ന് വന്നതാണ്, സൗത്ത് കൊറിയയിൽ നിന്ന് വന്നതാണ് പാരസൈറ്റ് എന്നുള്ളൊരു സിനിമ. ഓസ്കാർ കിട്ടിയ ഒരു സിനിമയാണ്. അപ്പൊ ഈ പാരസൈറ്റ് എന്നുള്ള സിനിമ എന്താണ് പറയുന്നത്, സൗത്ത് കൊറിയയിലെ ഏറ്റവും ദരിദ്രമായിട്ടുള്ള ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാരെയാണ് പറയുന്നത്. ആ സിനിമ ഈ അംഗീകരിക്കപ്പെട്ടതിന് ശേഷം സർക്കാർ മുൻകൈ എടുത്ത് ആ ചുറ്റുപാട് മുഴുവൻ ക്ലിയർ ആക്കി അവർക്ക് നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ള സൗകര്യങ്ങൾ വെച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ ആ സിനിമയ്ക്ക് ഇതുപോലെ അവിടെയും സെൻസർ ബോർഡൊക്കെ ഉണ്ട്. അതിന്റെ ഒരു ആക്ടും അതിന്റെ ഒരു ഇതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. എന്തുകൊണ്ട് സർക്കാർ ഇതിപ്പം സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിക്കുന്ന സംഭവം കേരളത്തിൽ ഇപ്പൊ ഈ RSS മാത്രം നമ്മൾ പറയണ്ട, ഇപ്പൊ കേരളത്തിൽ വിമർശനങ്ങൾ ആരും സ്വീകരിക്കുന്നില്ല എന്നുള്ള. യഥാർത്ഥത്തിൽ വിമർശനങ്ങൾ നല്ലതാണ്. വിമർശനങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ചെയ്യണത്. നമ്മൾ ഇപ്പൊ രാജാവ് നഗ്നനാണ് എന്ന് ആരും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്നും രാജാവ് നഗ്നനായിട്ട് തന്നെ പോകും. അല്ല, ഇവിടെ രാജാവിനെക്കാട്ടി വലിയ ഒരു രാജ്യസ്തുതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? രാജഭക്തിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറിയൻ സിനിമ പറയുമ്പോൾ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ പറഞ്ഞല്ലോ അവിടെ ഗവൺമെന്റ് ചെയ്തു. ഇവിടെ എന്തിനൊരു ഗവൺമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നു, അവരുടെ പൊളിറ്റിക്സ് എന്താണ്, അതായത് ചോദ്യം. പിന്നെ ഇങ്ങനൊരു സിനിമ വരുമ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സൊസൈറ്റി ആണോ നമ്മൾ എന്നുള്ളതാണ്. നമ്മൾ വളരെ ഇപ്പോൾ പറഞ്ഞ പോലെ വിശ്വാസികൾ വളരെ ഇമോഷണൽ ആണെന്ന് പറയുന്നത്, വിശ്വാസി ലോജിക്കില്ലായ്മയുടെ പുറത്ത് ലോജിക്ക് കണ്ടെത്തുന്ന ആളാണ്. അയാൾ എവിടെ ഇമോഷണൽ ആവുന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. എൻ്റെ മക്കൾ ഇത് സിനിമയാണ്, ഇവിടം തൊട്ട് ഇവിടം വരെ നീ വിഷമിക്കണ്ട എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അയാൾക്ക് ഈ പറഞ്ഞ പോലെ ശബരിമലയ്ക്ക് പോകുന്ന ആളുകളെ കാണുമ്പോൾ എൻ്റെ അയ്യപ്പൻ്റെ ഇത്രയും വൃത്തികെട്ടന്മാരൊക്കെ മലയ്ക്ക് പോകുന്നു എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അതൊരു എന്താ പറയുക, അയാളുടെ ലോജിക്കിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഒരു ചിന്താവിഷ്ടയായ ശ്യാമള ശരിക്കും ഒരു പ്രോഗ്രസീവ് എന്നൊക്കെ വിളിക്കുന്ന ഒരു സിനിമയാണ്. അതില് ഈ അയ്യപ്പ ദർശനവും ശബരിമല കാണിച്ചു, പോസിറ്റീവായി കാണിച്ചു. എന്നിട്ട് പുള്ളി അവസാനം അതടക്കം അതിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് തന്നെ മുസ്ലിം സുഹൃത്തായ മാമുക്കോയ അപ്പ ശബരിമലയിലേക്ക് പോകും. പോസിറ്റീവായി കാണിച്ച കുഴപ്പമില്ല. അപ്പൊ ഞാൻ സിനിമയോട് ബന്ധപ്പെട്ട കാര്യം പറയാം, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിനൊക്കെ ചെയ്യാൻ കഴിയും. ഞാനൊരു തൂവാനത്തുമ്പികൾ അഡിക്റ്റ് ആണ്. മോഹൻലാലിന്റെ തൂവാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ശരിക്കും തൂവാനത്തുമ്പികൾ ഇന്ന് നമ്മളൊരു പുനർചിന്തനം ചെയ്താൽ, ഞാൻ പത്മരാജന്റെ ഒക്കെ ഫാനാണ്. ശരിക്കും നായരാണ് അതിൽ മോഹൻലാലിന്റെ ക്യാരക്ടർ. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നാണ് ഈ ക്ലാര വരുന്നത്. അതേപോലെ തങ്ങൾ ഈ ബാബു നമ്പൂതിരിയുടെ ക്യാരക്ടർ, അദ്ദേഹം ഇങ്ങനെ ഒരു പിമ്പിങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളായിട്ടാണ്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തൂവാനത്തുമ്പികളുടെ അഡിക്റ്റ് ആണെങ്കിൽ പോലും ആ തങ്ങൾ എന്ന പേരൊന്നും വേണമെങ്കിൽ ഉപയോഗിക്കാതിരിക്കാൻ. അല്ല, അത് രാഹുൽ പറഞ്ഞപ്പോഴാണ് എന്തിനാണ് നമ്മൾ അത്തരം ചിന്തകളിലേക്ക് പോകുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ആ സിനിമ എടുക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഈ വക ചിന്തകൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇപ്പോ സിനിമ എടുക്കുമ്പോ അവര് അവരുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിലൊക്കെ രാഷ്ട്രീയം കാണുന്ന ഒരു ലൈൻ കേരളത്തിൽ വന്നു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ്. ഇതില് ഒരാൾക്കാർ തന്നെയല്ല, എല്ലാവരും ഇന്ത്യ മൊത്തം ഇതിലൊക്കെ എന്തുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ RSSന് കുറ്റം പറയണം. RSSന് കുറ്റം പറയുമ്പോ നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ 80കൾക്ക് മുന്നുള്ള ഒരു സിനിമകൾ കണ്ടു നോക്കും.
മനസ്സിലായില്ലേ? ഈ റോസി മുതലുള്ള സിനിമകൾ കാണുമ്പോൾ എന്ത് കടുത്ത വിമർശനങ്ങളാണെന്നോ ആ സിനിമകളിൽ. നല്ല ഗാനങ്ങൾ, ആ ഗാനങ്ങൾ തന്നെ എത്രമാത്രം സാമൂഹ്യ വിമർശനമുള്ള എത്ര ഗാനങ്ങളുണ്ട്. ഒരു സമൂഹത്തിനെ ഏറ്റവും നന്നായി വിലയിരുത്തുന്ന ഗാനങ്ങളുണ്ട്. ഈ സിനിമകളിൽ ഈ അടൂർ ബാസിയുടെ ഒക്കെ ചില കഥാപാത്രങ്ങൾ ചെയ്യുന്നതുണ്ടല്ല, കുറിക്കുകൊള്ളു. എന്താണ് ആ സിനിമകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ കഴിയില്ല. അതിനകത്ത് ഒരു കാര്യം ലോ, ഞങ്ങളൊക്കെ സിനിമാ രംഗത്ത് നിൽക്കുന്നവർ പ്രത്യേകിച്ച് ഇദ്ദേഹത്തോട് ചോദിച്ചാൽ ഒരു സീൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനും എത്രമാത്രം ആലോചിക്കും ഇല്ലേ? ഒരു സീൻ അതാണ് ഞാൻ പറഞ്ഞത്. സാർ ഇനി ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ സാറിന്റെ ഒരു കഥാപാത്രത്തിന് ജാനകി എന്ന് പേരിടും. അപ്പോഴും ഈ പറഞ്ഞ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഒരു സിനിമ അതിനെ നമുക്ക് പുറത്തെത്തിക്കാത്ത രീതിയിൽ പൂട്ടാമെന്ന് ചിന്തിച്ചു. അതുപോലെ വേറെയും ജാനകി എന്നുള്ള പേര് വരുമ്പോൾ, അതായത് നിങ്ങൾ ഹിന്ദു മതത്തിന്റെ വികാരങ്ങളെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ സിനിമകൾ റിലീസ് ചെയ്യിക്കില്ല എന്ന് വരുമ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്കലി പുറകോട്ട് മാറും. നാളെ ഒരു പൊളിറ്റിക്കലി റെലവെന്റ് ആയിട്ടുള്ള വിഷയം വരാനുള്ള സാധ്യതയെ കൂടി അടച്ചു കളയാന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം കൂടിയുണ്ട് ഇപ്പൊ ഈ സെൻസർ ബോർഡിന്റെ ഈ ഇതുണ്ടാവുമ്പോൾ. അപ്പം അവിടുത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിരോധം ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇനിയും ചെയ്യും എന്നുള്ളതാണ്. അതെ, അത് തന്നെയാണ് അതിന്റെ പ്രതിഷേധം എന്ന് പറയുന്നത്. ഞാൻ ജാനകി ചെയ്യും. ഞാൻ പിന്നെ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഒരിക്കലും സെൻസർ ബോർഡ് എന്നെ വിളിച്ചാലും ഞാൻ പോകില്ല. നാഷണൽ അവാർഡ് ജൂറി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും അങ്ങോട്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. അത് സർക്കാരിന്റെ ഇടപെടലല്ല. ഇപ്പം ഒരു മലയാള സിനിമയുടെ വന്നിരുന്നത് അതിന് നാഷണൽ അവാർഡ് കിട്ടുകയാണ്. അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, ജഡ്ജിയോട് ഒരു സ്ത്രീ പറയുന്നത്, എന്താ പെണ്ണുങ്ങൾ പറഞ്ഞാൽ അയ്യപ്പന് മനസ്സിലാകില്ല എന്ന്. ഞാൻ എന്റെ പേര് പറയുന്നില്ല. എന്തായാലും അന്ന് അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം, പക്ഷെ അതിന് നാഷണൽ അവാർഡ് കൊടുത്തു. ഒരു സർക്കാരിന്റെ ഇടപെടൽ നേരിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഇപ്പൊ ഭയങ്കര ഹിറ്റായിരുന്നു. അങ്ങനെ ഒരു സർക്കാരിന്റെ നേരിട്ട് ഇടപെടൽ കാണില്ല. ഇടയ്ക്ക് നിൽക്കുന്ന ഈ രാജഭക്തരുടെ ഇടപെടൽ ഭീകരമാണ്. അതൊരു വലിയ പോയിന്റ് ആണ് കേട്ടോ. പലപ്പോഴും കാണുന്നവർക്ക് മനസ്സിലാക്കാൻ മേലെ ഇരിക്കുന്നവർ അറിയത്തോലും. ഇപ്പൊ മറ്റേ സിത്താരെ സമീൻ എന്ന സിനിമയില് ഈ ആരോ ബോർഡിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഒരു കോട്ടും കൂടെ കൊടുക്കണം. നരേന്ദ്രമോദി അറിഞ്ഞു പോലും കാണില്ല. ഇവരിത് പറഞ്ഞതിന് ശേഷം നരേന്ദ്രമോദി ഓഫീസിലെ താഴെ ഏതെങ്കിലും ഒരുത്തനോട് എന്ന് പറയും, ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ മോദിയുടെ കോട്ട് വെച്ചിട്ടുണ്ട്, എന്നെ ഒന്ന് കണ്ടേക്കണം. ഈ രാജാവിനേക്കാൾ രാജഭക്തി ഉണ്ടെന്ന് കാണിക്കുന്ന ചില ആൾക്കാർ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. അത് പറയാൻ പറ്റും. മാത്രമല്ല സാറിനോടാണ്, അതായത് നമ്മൾ ഈ സെൻസർ ബോർഡിന്റെ നിയമനം ഉണ്ടല്ലോ, ഈ സിനിമയുമായി യാതൊരു ബന്ധമില്ലാത്ത, സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. മാത്രമല്ല ആരുടെയെങ്കിലും അമ്മാവനോ അമ്മായിയോ ആൻറ്റിമാരോ ആരെങ്കിലൊക്കെ ആയിരിക്കും. ബന്ധു നിയമനമാണ് ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബന്ധു നിയമനം നടക്കുന്ന ഈ ഒരു ബോർഡ്, നമ്മളൊരു കലാകാരൻ വർഷങ്ങളായി കഷ്ടപ്പെട്ടെടുത്തിരിക്കുന്ന സിനിമയ്ക്ക് മാർക്കിടാനാണ്, സിനിമ റിലീസാവണോ വേണ്ടയോ തീരുമാനിക്കുന്ന, സിനിമ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തൊരു ബോർഡാണ്. ഇത് ഇത്രയും വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ നടക്കുന്നു. അല്ല, അത് ശരിയാണ്, 100% ശരിയാണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് എതിർത്തൊരു കാര്യമാണ്. അല്ല, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സിനിമയുമായി ഒരു കുലബന്ധവും പോലും ഇല്ലാത്ത ആൾക്കാര് സിനിമയ്ക്ക് മാർക്കിടാനായിട്ട് ഇവരാണ് തീരുമാനിക്കുന്നത് സിനിമ റിലീസ് ആവണോ വേണ്ടത്? സെൻസർ ബോർഡ് സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വേണമെന്നില്ല. അത് ചിന്തിക്കുന്ന ആർക്കും ഇടാം. കാരണം ഒരു സിനിമയുടെ കലാമൂല്യം ഒരിക്കലും സെൻസർ ബോർഡ് അളക്കുന്നില്ല. ആ സിനിമ സമൂഹത്തിന് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സെൻസർ ബോർഡിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് സിനിമ കാണാനാണ് അവിടെ ഇരിക്കുന്നത്. അടിസ്ഥാനമായിട്ട് അവർക്ക് ഒരു സിനിമ സെൻസ് വേണമെന്നില്ല. സിനിമ സെൻസ് വേണമെന്നില്ല. ഒരിക്കലും അവരുടെ നിയമാവലി പഠിക്കാൻ പറ്റുന്ന ഒരു ക്ലർക്കിന് അതിൽ കാണാം. പക്ഷെ അവന്റെ ബുദ്ധി വേണം. ഇപ്പൊ ശരിക്കും സംഭവിക്കുന്നത് ഒരാളെ പറയാം, പുള്ളി ക്രിസ്ത്യൻ സമുദായത്തിലാണ്. അപ്പൊ CPM-നോട് കുറിച്ച് അടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ പള്ളി വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ 2-3 പേരെ ഇപ്പൊ ഇരിക്കുന്ന ഒരാളാണ്, നമ്മുടെ ഒരാളെ അവിടെ എടുക്കണമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പേര് പറയാം, നമ്മുടെ അടുത്തൊരു സുഹൃത്താ അല്ലേ ഇപ്പൊ ഞാൻ സീരിയസ് ആയിട്ടൊന്നും കാണാറില്ല, ഇപ്പം പോയി കാണും. ഇതൊക്കെ പലപ്പോഴും അത് സത്യസന്ധമായിട്ടൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. ശരിക്കും കോടതികൾക്കൊക്കെ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ യാർഡ് സ്റ്റിക്ക് വെക്കുകയും മറ്റും ചെയ്താൽ വലിയൊരു കാര്യം. അങ്ങനെ ഇടപെടാൻ കോടതിക്ക് സാധിക്കൂ. കാരണം ഇപ്പൊ തന്നെ ഈ സിനിമ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമേ കോടതിക്ക് പറയാൻ ഫോളോ ചെയ്യുന്നില്ല. എന്ത് ഫോളോ ചെയ്യുന്നു? അങ്ങനെ ആ റൂൾസ് ഉണ്ടെങ്കിൽ ആ റൂൾസ് ഫോളോ ചെയ്യാൻ കോടതിക്ക് പറയാം. അല്ലാണ്ട് കോടതിക്ക് പ്രത്യേകമായി ഇങ്ങനെ ചെയ്യൂ എന്ന് പറയാൻ നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ എന്തൊക്കെയോ അല്ലേ ഉള്ളൂ, എത്രയോ പ്രായപൂർത്തിയാണെന്നൊക്കെ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ എനിവേ അത് നോമിനേഷൻ ആണല്ലോ, തെരഞ്ഞെടുപ്പല്ലല്ലോ. ഇപ്പൊ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറും കൂടെയാണ് സെൻസർ ബോർഡിനെ സമീപിച്ചത്. അപ്പൊ സെൻസർ ബോർഡ് പറഞ്ഞ ഭാരതം എടുത്ത് കളയാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അവർക്ക് ഇതിന്റെ പിന്നാലെ കിടന്ന് ഓടാൻ സമയമില്ല. കാരണം അപ്പൊ അവരതിനങ്ങ് കീഴ്പ്പെട്ട് കൊടുക്കും. അതുകൊണ്ടാണ് ഇവര് വീണ്ടും 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 ഇതുപോലുള്ള അബ്സേർഡ് ആയിട്ടുള്ള വെട്ടിപ്പരിക്കേൽപ്പുകൾ നടത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കാശ് ചെലവാകുന്ന കാര്യമാണ്. കാരണം ആർക്കും ഇതിന്റെ പിന്നാലെ കിടന്ന് ഓടാൻ സാധ്യമല്ല. അവർക്ക് സിനിമ എടുത്തു കഴിയുമ്പോ ഉള്ളതെല്ലാം പോയിട്ടുണ്ടാവും. പിന്നെ ഇത് കൊടുത്തിട്ട് വേണം എന്തെങ്കിലും കിട്ടാനായിട്ട്. ഇവിടെ യഥാർത്ഥത്തിൽ പക്ഷെ അവർ പറയുന്നത് കേട്ടാണ്, 80 ലക്ഷം രൂപയോളം ഇത് ഡിലേ കാരണം അവർക്ക് നഷ്ടം വന്നു എന്നൊക്കെയാണ് പറഞ്ഞത്.
പൈസ വലിച്ച് സ്വാഭാവികമായും. പൈസ കിട്ടുന്നുണ്ട്. വലിച്ച് ഇതിപ്പം കിട്ടുന്നുണ്ടാവും. RSS ഭയങ്കര ഇഷ്ടമാണ്. വളരെ- ലക്ഷം എന്നൊക്കെ പറയുന്നത് വലിയ ഒരു കോടി എന്ന് പറഞ്ഞാൽ വലിയ RSS amount. എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാംസ്കാരിക സംഘടനയാണ്. അവരുടെ നോമിനികളാണ് ഈ സെൻസർ ബോർഡിൽ വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഈ ചർച്ചകൾ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ സിനിമ കാണാനായിട്ടാണ് തിയേറ്ററിൽ വന്നിരിക്കുന്നത്. ഈ വെട്ടിപ്പരിക്കേൽപ്പിലൊക്കെ ഈ വാർത്തകളിലൂടെയാണ് അവർ അറിയുന്നത്. അവർക്ക് അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ടത് സിനിമ നല്ലതാണോ മോശമാണോ എന്നുള്ളതാണ്. ഈ സിനിമാ സംവിധായകന്റെ വേദനയും ദുഃഖവും ഒന്നും അല്ല, അവർക്ക് അവരുമായി നല്ലതാണോന്നും ഇല്ല. അവർക്ക് നമ്മുടെ ഭാരതത്തെ അല്ലെങ്കിൽ സമൂഹത്തെ ദോഷമായിട്ട് ബാധിക്കാത്ത സിനിമയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് കൊടുക്കുന്നത്. സിനിമ നല്ലതായാലും ചീത്തയായാലും ഒന്നും അവർക്ക് അല്ല, കാര്യമൊന്നും. ഈ ദോഷമായി ബാധിക്കാത്തതെന്ന് സാർ എന്താണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്? ഒരു നോട്ടിനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല, നമ്മുടെ ദേശീയ പതാക ചിത്രീകരിക്കാൻ പാടില്ല, സ്ത്രീത്വത്തെ ചിത്രീകരിക്കാൻ പാടില്ല. ഇപ്പൊ ഒരു ബലാത്സംഗ സീൻ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ബലാത്സംഗ സീന് ആ സിനിമയ്ക്ക് പോസിറ്റീവ് മെസ്സേജ് കൊടുക്കണമെങ്കിൽ അത് കാണിക്കാം. പക്ഷെ സർട്ടിഫിക്കേഷൻ എ ആണെന്നേ ഉള്ളൂ. പക്ഷെ ബലാത്സംഗത്തെ എൻകറേജ് ചെയ്താണ് അത് കട്ട് ചെയ്യണം. ഇതൊക്കെയാണ് അവിടെ ഇരിക്കുന്ന സെൻസർ മെമ്പറിന്റെ ജോലി. ഒരു ക്ലർക്കിന്റെ ജോലിയാണ് ഇതെല്ലാം വെരിഫൈ ചെയ്യുക. ഒരുത്തനിരുന്ന് സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചു നോക്കുക. ഫക്ക് എന്നൊരു വാക്ക് സബ് ടൈറ്റിൽ വന്നാൽ തന്നെ ബീപ്പും പാടില്ല. ഇപ്പം ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ എനിക്ക് സഹായം ചെയ്യും. ഞാൻ ജാനകിയുടെ ആ സ്ഥലത്തെല്ലാം പി പി സൗണ്ട്, അതായത് സിനിമ മൊത്തം അല്ല എബ്രഹാം വിളിക്കും പി, പിന്നെ സിനിമ മുഴുവൻ ബീപ്പായി മാറും. പക്ഷെ അത് സമ്മതിക്കത്തില്ല ഇപ്പൊ. അല്ലെ, പക്ഷെ സാറ് പറഞ്ഞ കാര്യങ്ങളാണ് ഓക്കെ, അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതല്ലല്ലോ ഇപ്പോൾ ഈ സെൻസർ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് മാം? കോടതിയെ പോകല്ല. അല്ല, ബുധനാഴ്ച കോടതി ഒരു അല്ല, അത് ഈ ഡിസിഷനിലേക്ക് എത്തും. സിനിമയുടെ കാര്യം. പക്ഷേ പക്ഷെ ഇത് പൊതുവായിട്ട് ഒരു ടോട്ടാലിറ്റി ആയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ടോട്ടാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യവൽക്കരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. ആ ഒരു അവബോധത്തിലേക്ക് ആളുകൾ വരിക എന്നല്ലാതെ ഇതിൽ മാർഗമില്ല. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇതുപോലൊരു സംവിധാനത്തിൽ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. രാഷ്ട്രീയം മാറുക തന്നെ വേണം. അത് നടക്കാത്ത കാര്യമാണ്. അധികാരം മാറണം, അതല്ലാതെ വേറെ വഴിയില്ല. അതെന്താണ് അധികാരം അത് നടക്കാത്ത കാര്യമാണ് സാർ അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത്. അതായത് അടുത്ത ഇലക്ഷൻ വന്നിട്ട് ഞാൻ പറഞ്ഞത് അല്ല, election വന്നിട്ട്, ഞാൻ ആ ഒരു അർത്ഥത്തിലാ പറഞ്ഞത്. അതായത് ഇത് മാറ്റുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അടുത്ത പാർട്ടി വരുമ്പോഴും ഇത് തന്നെ വരും. അതിന്റെ അടുത്ത പാർട്ടി രൂപത്തിൽ വരും. അല്ല, വേറൊരു രൂപത്തിൽ വരുമെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഈ ജാനകി, ഇതുപോലെ തന്നെ ജബ്ബാർ, മുഹമ്മദ്, അത്തരം പേരുകൾ ഒരിക്കലും വരുന്ന ആളുകൾക്ക് ഇപ്പൊ ഈ റൂൾസ് ഉണ്ടാക്കിയ ആൾക്കാര്, ആ ആളുകൾക്ക് ഈ ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ വെക്കുമ്പോ ഇപ്പൊ നമ്മളുടെ ഈ ഫെഫ്കയുടെ ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേ എക്സിക്യൂട്ടീവില് അവരുടെ എക്സിക്യൂട്ടീവ്സ് ഇല്ലേ, സിനിമ അവരുടെ അതിലേക്കൊക്കെ ചെയ്യുമ്പോ അവരിങ്ങനെ വെക്കും 10 സിനിമ ചെയ്തിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ 2 സിനിമ ചെയ്തിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ള ഒരാൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഈ മെമ്പർഷിപ്പ് ഒക്കെ കൊടുക്കുന്നത്. അതുപോലെ ഒരു ക്വാളിഫിക്കേഷൻ ആ നിലയിൽ വെച്ചാൽ ഇത് പരിഹരിക്കപ്പെടും. അത് അങ്ങനെ വെക്കണമെന്ന് തീരുമാനിച്ചു വരുന്ന സർക്കാരുകളായിരിക്കണം. അല്ല, വേറെ ഓപ്ഷൻ ഉണ്ട്. പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ വേറെ ഓപ്ഷൻ ഉണ്ട്. ഇംഗ്ലീഷ് ഉള്ള ആയിരിക്കാം. പക്ഷെ അപ്പോഴും ഒരു ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ വരാം. അല്ല, പ്രതിപക്ഷത്തിൽ നിന്ന് ആളെടുക്കണം, അങ്ങനെ ഒരു റൂള് വെക്കാൻ ഒരു പലരും കയറി പ്രതിപക്ഷത്തിൽ വരുവാനകത്ത്. നിന്ന് ചെയ്തത് വേറൊരു ഹലോ, ഒരു പ്രതിപക്ഷത്ത് നിന്ന് എടുത്തതിന്റെ വിഷയം രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേ സുപ്രീം കോടതി ജഡ്ജിനെ അതിൽ നിന്ന് മാറ്റിയിട്ട് പ്രതിപക്ഷ നേതാവും 2 ഭരണത്തിൽ നിന്നുള്ള ആളുകളെ വെക്കണമെന്നുള്ള തീരുമാനം വന്നതിന്റെ ഭാഗമായി തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നില. ഇതിലൊക്കെ പൊളിറ്റിക്കൽ അജണ്ട. മാഡം പറയുന്നതിന് ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷനാണ്. ഒരു മറുവാദം പലപ്പോഴും ഒരു കൾച്ചറൽ സൊല്യൂഷനാണ്. കുറച്ചുകൂടെ അവയർനെസ് ഉയർത്തുക, കുറച്ചുകൂടെ കൺസെൻസ് ഉണ്ടാക്കുക. ഇത് രണ്ടും തന്നെയാണ് മാഡം പറയുന്നത്. അതായത് ഈ റൈറ്റ് വിങ്ങിന് അപ്പർ ഹാൻഡ് കിട്ടാത്ത കുറച്ചുകൂടെ ലിബറൽ പ്രോഗ്രസീവ് എന്ന് വിളിക്കുന്നത്. അത് രാഷ്ട്രീയം ഇല്ലാതെ കൾച്ചറൽ ഇത് പക്ഷേ മാത്രമായിട്ട് ഞങ്ങൾ റൈറ്റ് വിങ് വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. റൈറ്റ് വിങ്ങിന്റെ പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പൊളിറ്റിക്കലും ഈ ലിബറലും പ്രോഗ്രസീവും ഒക്കെ നിങ്ങളുടെ പാരഡൈമാണ്, നിങ്ങളുടെ യാർഡ് സ്റ്റിക്സ് ആണ്. അല്ലെ, അധികാരമാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. അല്ല. റൈറ്റ് വിങ് ആയാലും ലെഫ്റ്റ് ആണെങ്കിലും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി അതുണ്ട്. അതുണ്ടെന്ന് വെറുതെ പറയുന്നതാ. ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈസി ആയി ചോദ്യം ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ വോട്ട് കിട്ടിയല്ലേ വന്നത്, അവരല്ലേ ജനാധിപത്യത്തിന്. അതെ, അപ്പൊ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, അവരുടെ രാഷ്ട്രീയത്തിൽ മാത്രമാണ് അവർ വിശ്വസിക്കുന്നത്. ജനാധിപത്യത്തിൽ വിശ്വസിക്കണമെങ്കിൽ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വഴിയല്ലേ ചെയ്യാം. ഇതിപ്പോ നോമിനേഷൻ അല്ലേ. ഇവിടെ ജനാധിപത്യം വർക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനാധിപത്യത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ടൂൾസിൽ ഒന്നാണ് സമരം എന്ന് പറയുന്നത്. അതിവിടെ എഫക്റ്റീവായിട്ട് നടക്കുന്നില്ല. ഇപ്പം സെൻസർ ബോർഡിൽ എന്ത് മാറ്റം വരണം, ഇങ്ങനെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ നന്നായിരിക്കും എന്നൊക്കെയുള്ള സജഷൻസ് വെച്ചുകൊണ്ട് ക്രിയേറ്റീവായി ആരാണ് ആ സജഷൻ പറയണ്ടേ? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സംവിധായകരുടെ അസോസിയേഷനൊക്കെ പറഞ്ഞ അതും പൊളിറ്റിസൈസ്ഡ് ആണ്. മനസ്സിലായില്ലേ? അതും പൊളിറ്റിസൈസ്. ഇപ്പൊ ഇദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുക്കില്ല, അല്ലെങ്കിൽ എനിക്ക് മെമ്പർഷിപ്പ് തരില്ല, ഇവൻ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ്
അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നവർക്ക് കൂടി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പങ്കുണ്ട്. അല്ല, അത് സാറിനോടാണ്. ഇപ്പം ഫെഫ്ക പോലുള്ള സംഘടനകൾ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പദവികളിൽ ഇരിക്കുന്നതെല്ലാം ഇതുപോലുള്ള പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള നിയമനങ്ങളാണ് എന്ന് സാർ വിശ്വസിക്കുന്നു? അതുമായിട്ട് എനിക്ക് ബന്ധമില്ല. അവിടെ ആരിരുന്നാലും എനിക്കൊന്നൊരു സിനിമയെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. അതൊരു പ്രൈവറ്റ് സംഘടനയാണ്. അല്ല, പ്രൈവറ്റ് സർക്കാരുമായിട്ട് ബന്ധമില്ല. പക്ഷെ നമുക്കൊരു ഇഷ്യൂ വരുമ്പോ ഇവർ ഇടപെടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആയിരിക്കണം എന്നുണ്ടോ? ഇല്ല, എനിക്ക് ഫെഫ്ക എന്റെ കാര്യത്തിൽ ഇടപെട്ട, ഞാൻ എന്റെ സംഘടനയിൽ അംഗമല്ലാത്തതുകൂടി നമുക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരിക്കണം, നമ്മൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ അങ്ങനെ ഇല്ല. അത് ഒരു എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയായിട്ട് എനിക്ക് തോന്നിയേക്കണത്. പക്ഷെ ഏതൊരു സംഘടനയിലും പ്രാഥമികമായി മെമ്പർഷിപ്പ് ഉണ്ടാവണം എന്നൊക്കെ അവര് പറയും. കാരണം അവരുടെ മെമ്പർഷിപ്പ് കൂട്ടാനാണല്ലോ അവരിയ്ക്കണത്. പക്ഷെ ഇത് നമ്മൾ ഈ ജാനകി വിഷയം മാത്രം ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ പല സിനിമ, മാർക്കോ എന്നൊരു സിനിമ സൊസൈറ്റി ഉണ്ടാക്കി ഇമ്പാക്ട് ഭയങ്കരമാണ്. അതേ എന്നാൽ ഏതെങ്കിലും സിനിമയിൽ ചുംബനരംഗം വന്ന സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ട് യു എ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ശരിക്കും പല സിനിമകൾക്കൂടെ എ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഇവിടെ ക്ലീൻ യുയിലും യു എയിലും വന്നിട്ടുണ്ട്. മാർക്കൊക്കെ ഭയങ്കര പല സിനിമകളും അങ്ങനെ സംഭവിക്കും. അത് സൊസൈറ്റിയിലുണ്ടായ ഇമ്പാക്ട് ഭയങ്കരമാണ്. ഇപ്പൊ സെൻസർ ബോർഡിന്റെ പദ്ധതി അല്ലെങ്കിൽ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പരിഷ്കരിക്കുക, അമെന്റ് ചെയ്യുക, അതിന് കൃത്യമായ ഒരു ചട്ടക്കൂടിലാക്കുക. കാരണം വരുന്ന സിനിമകളെ ദ്രോഹിക്കാനല്ല ചെയ്യേണ്ടത്. അത് സൊസൈറ്റിയിൽ പ്രശ്നമില്ലെങ്കിൽ അതൊരു ആർട്ടിനെ ആർട്ടായിട്ട് കണ്ട് പുറത്തു വിടണം. അതിനകത്ത് രാഷ്ട്രീയം മിക്സ് ചെയ്ത് വെക്കരുത്. ഇവിടെ വേണ്ടത് അവയർനെസ് ആണ്, ജനങ്ങൾക്കിടയിൽ അവയർനെസ്. ഇനിയും സെൻസർ ബോർഡ് കത്രി എടുക്കുമ്പോൾ ഒന്ന് പേടിക്കും, ഈ പ്രക്ഷോഭം അവരുടെ മനസ്സിൽ ഒന്ന് തെളിയും. ഇനി ഒരു ജാനകിയോ രാമനോ കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മാമിന് തോന്നുന്നുണ്ട് ഇപ്പോൾ ജാനകിക്ക് അനുകൂലമായിട്ടൊരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഇത് നിയമനം എന്ന് പറയുന്നത് മോളിൽ നിന്നാണല്ലോ. ഇതിപ്പം ഓക്കെ, ജാനകിക്ക് അനുകൂലമായ ഒരു ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടായി. പക്ഷേ ഇനി ഇത്തരം സിനിമകൾ എടുക്കാവുമ്പോൾ ഇത്തരം പേരുകൾ കാണുമ്പോൾ ഒന്ന് വെട്ടാനായിട്ട് ഭയപ്പെടും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ജനാധിപത്യത്തിന്റെ മികവ് അവിടെയാണ്. അതിലൊന്നും ഭയപ്പെടും. അതിൽ ഭയപ്പെടല്ല, കോടതിയുടെ വിധികളെ ബഹുമാനിക്കുകയാണെങ്കിൽ. പിന്നെ മാത്രമല്ല കണ്ടംപ്റ്റ് ഒക്കെ വരുമല്ലോ. അത് ഒരു കേസിൽ മാത്രമേ ഇപ്പൊ വരുള്ളൂ. അടുത്ത കേസ് വരുമ്പോ പിന്നും കോടതിയിലേക്ക് പോകേണ്ടല്ലേ. അപ്പൊ ഒരു പ്രീസിഡന്റ് വരും. ഒരു കേസ് വന്നു, ആ കേസിൽ ഇങ്ങനെ എടുത്തു എന്ന് പറയുന്ന ഒരു പ്രീസിഡന്റും കൊണ്ട് വരും. ഞാൻ ഇതില് ബുധനാഴ്ച ഒരു ജാനകിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് വരുന്നു കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പൊ അവിടെ ഇരിക്കുന്ന ഏത് ഹൈക്കോടതി ജഡ്ജിമാരാണെങ്കിലും. പക്ഷെ ചില ആളുകൾ ഇപ്പൊ നമ്മൾ ഉത്തരേന്ത്യകളിൽ നിന്നൊക്കെ വരുന്ന ജഡ്ജിമാരുണ്ട്. അവരെ സംബന്ധിച്ച് കേരളത്തിന്റെ ഒരു കൾച്ചർ അത്ര അങ്ങോട്ട് പിടിയില്ല. അപ്പൊ അതാണ് പറഞ്ഞ, ഒരു സ്ത്രീ മറ്റേ കൊടിയും പിടിച്ച് വന്നു കഴിഞ്ഞാൽ അവര് ദേവതയായി കാണുന്നൊക്കെ അപ്പൊ അഭിപ്രായം പറയുന്ന ചില ജഡ്ജിമാർ ഇപ്പൊ ഉണ്ടല്ലോ. മനസ്സിലായോ? കോണ്ടെക്സ്റ്റ് വേറെയാണ്. പക്ഷെ അപ്പോഴും ഒരു കൊടി പിടിച്ച് വരുന്ന ആള് ദേവതയായിട്ട് കാണാൻ നമുക്ക് പറ്റൂല. കൊടി പിടിച്ച് സമരത്തിന് വരുന്ന ഒരാള് ദേവതയല്ലല്ലോ, സമരത്തിന് വരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ അല്ലാതെയും കാണുന്ന കൾച്ചറുള്ള ഇന്ത്യയാണത്. അതാണ് നമ്മുടെ കനിമൊഴി വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യക്ക് വേണ്ടി പോയപ്പോ നിങ്ങളുടെ ജാതി ചോദിച്ചപ്പോ അവര് പറഞ്ഞല്ലോ നാനാത്വത്തിൽ ഏകത്വം പറഞ്ഞല്ലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇന്ത്യ. ഇനി ആര് ശ്രമിച്ചാലും, ഇപ്പൊ ഈ RSS അധികാരത്തിൽ വരാൻ വേണ്ടി ശ്രമിച്ചു, കോൺഗ്രസ് അധികാരത്തിൽ വരാൻ ശ്രമിച്ചു, CPM അധികാരത്തിൽ വരാൻ ശ്രമിച്ചാലും ഇന്ത്യയുടെ ഈ വൈവിധ്യങ്ങളെ ഇനി ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. ഞാനൊരു ചർച്ചയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഞാൻ കേട്ടതാണ്. അതായത് MT വാസുദേവൻ നായർ, നമ്മൾ ഈ ഒരു ചർച്ച ഇപ്പൊ കാണുകയാണെങ്കിൽ അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് ചിരിക്കുകയായിരിക്കുമെന്ന്. കാരണം അത്രത്തോളം പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് നമ്മളുടെ ചിന്തകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം അസഹിഷ്ണുതയാണ് നമ്മളുടെ ഒരു മനസ്സിലൊക്കെ ഒരു അസഹിഷ്ണുതയുടെ ഒരു വിത്ത് ഇങ്ങനെ മുളച്ച് പതിയെ പതിയെ ഇങ്ങനെ മുളച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, അന്നത്തെ നിർമ്മാല്യത്തിൽ ആ ഒരു സിനിമ ഒരിക്കലും ഇന്ന് എടുക്കാൻ പറ്റില്ല. അപ്പം അത്തരത്തിൽ ധൈര്യപൂർവ്വം നിർമ്മാല്യം മാത്രല്ലാന്നേ, നിർമ്മാല്യം ഇപ്പൊ എല്ലാവരും അങ്ങനെ സ്വീകരിക്കുന്ന ഒരു സിനിമ. നിർമ്മാല്യം അല്ലാത്ത സാധാരണ സിനിമകൾ എന്ന് പറയുന്നതുണ്ടല്ല, ഡുർബാസിനെ പോലുള്ള കഥാപാത്രങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് എടുക്കാൻ പറ്റില്ല ഇന്നത്തെ ഒരു സൊസൈറ്റി. ഞാൻ അഭിനയിച്ച നിവേദ്യ എന്ന സിനിമ ഇന്നത് റിലീസ് ചെയ്യില്ല. കാരണം അതിനകത്ത് അമ്പലത്തിനകത്ത് ഒരു പെൺകുട്ടി കിടന്നുറങ്ങുകയാണ്. അതിപ്പോ സമ്മതിക്കില്ല, അത് കത്രിക വെച്ചേനെ. അത് അല്ല, ഇത്തരം സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ സാറിന് ഒരു മടുപ്പ് തോന്നാറുണ്ട്. പക്ഷെ ആ മടുപ്പ് ആരെങ്കിലും തോന്നിയാൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. എനിക്ക് മടുക്കത്തില്ല, ഞാൻ ചെയ്യും. എന്റെ ആദ്യ സിനിമ മൈ ലൈഫ് പാർട്ണർ സ്വർഗ പ്രണയം പറഞ്ഞെന്ന് പറഞ്ഞാൽ അന്ന് കുറെ പേര് സെൻസസ് ബോർഡല്ല സമൂഹം പൊടി വെക്കിയതാണ്. എന്റെ കൊച്ചു സ്കൂളിൽ പോയി പറഞ്ഞ തുണ്ടുപടത്തിന്റെ ഡയറക്ടർ വരുന്നെന്ന്. അല്ല പറഞ്ഞ അന്ന് ഞാൻ പേടിച്ചില്ലല്ലോ. ഇത് ഇപ്പൊ ഇറങ്ങുമ്പോ പറയും, നീ പ്രായ അമ്മൂമ്മ ഇങ്ങനെയാണോ ജീവിക്കാൻ അനുവദിക്കുന്നത് ചോദിക്കുന്നതിനോട്. ഇത് എന്റെ കടമയാണത്. ഒരു ഫിലിം മേക്കർ എന്ന് വെച്ചാൽ ഒരു റിഫ്ലക്ഷൻ ഓഫ് ദ സൊസൈറ്റി ആയിരിക്കണം.
ഉണ്ണി, ഞാൻ നേരത്തെ രാഹുലിനോട് പറഞ്ഞൊരു പോയിന്റാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ സിനിമകളിലൊക്കെ ഈ വേലക്കാരി ജാനു എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ജാനകി നമ്മൾ പറയൂല. അതുപോലെ തന്നെ ചീരയെന്നായിരിക്കും നമ്മൾ പറയുന്നത്, സീതയ്ക്ക് വരും ചീരയെന്നായിരിക്കും പറയുന്നത്. അതെല്ലാം ഒരു സവർണബോധമാണ്. അതായത് മലയാള സിനിമകളിൽ ഒരു സവർണബോധം അത് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പേരുകൾ പോലും അപ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പിൽക്കാലത്തും അത്തരം സിനിമകൾ വന്നിട്ടുണ്ട് മലയാളം സിനിമയിൽ. പക്ഷേ ഇപ്പോൾ ഈ ജാനകി എന്നുള്ള പേരിടുന്നു, സീത എന്നുള്ള പേരിടുന്നു. നമ്മൾ പൂർണ്ണമായി തന്നെ ആ പേരുകൾ പറയുന്നത് എന്തുകൊണ്ടോ ഈ സവർണബോധം മനസ്സിൽ സൂക്ഷിക്കുന്ന ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ കൊണ്ടായിരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നമ്മളിപ്പോൾ പണ്ട് ഈ പറഞ്ഞ പോലെ ജാനു എന്ന് വിളിക്കുന്നത്, ചീത എന്ന് വിളിക്കുന്നത്, അത് ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ വരുന്ന ആളുകളെ മറ്റൊരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾ വിളിക്കുന്നു എന്നുള്ള അങ്ങനെയായിരുന്നു അത് വന്നുകൊണ്ടിരുന്നത്. അവിടെയും ഈ പറഞ്ഞ പോലെ ഫുൾ പേര് വിളിക്കുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഫുൾ പേര് അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പേര്, പര്യായമായിട്ടുള്ള പേര് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ ഒരു ഉന്നത കുലജാതയ്ക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ, ജാനകിയിലേക്ക് വരുമ്പോൾ, അത് ഈ പറയുന്ന പോലെ ഒരു ജാതി വിഷയത്തിനേക്കാൾ കൂടുതൽ എനിക്കതൊരു മതവിഷയമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ, ആ ഒരു രീതിയിൽ നമ്മൾ ഈ പേരിടുന്ന കാര്യം ചിന്തിക്കേണ്ടതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു ടഗ് ഓഫ്, എല്ലാ സൊസൈറ്റിയും ഒരു ടഗ് ഓഫ് ആണ് വടംവലി. ഞാൻ കൺസർവേറ്റീവ് ആണ്, മാഡം ലിബറൽ ആണ്, വേറൊരാൾ പ്രോഗ്രസീവ് ആണ്. ഇവരെല്ലാം കൂടി ഈ വടംവലി എവിടെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അതായിരിക്കും ഇപ്പോൾ ഹൈക്കോടതി എടുക്കാൻ പോകുന്നത്. ഒരു കീഴ്വഴക്കം ഉണ്ടാകും, ചിലപ്പോൾ 1-2 സ്ട്രോങ് ഒബ്സർവേഷൻ ഉണ്ടാകും. അതിലൂടെ ഭാവിയിൽ പറയാൻ കിട്ടും. മിക്കവാറും പ്രോഗ്രസീവ്സിനും ലിബറൽസിനും അപ്പർ ഹാൻഡ് കിട്ടുന്ന ഒരു വിധിയായിരിക്കും വരാൻ പോകുന്ന കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിൽ സംശയം. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ആ കാര്യം, ഈ സെൻസർ ബോർഡിന്റെ ആ കാര്യം, ഞാനിപ്പോ അങ്ങനെ പറയാനുള്ള കാര്യം, ഇപ്പൊ ജഡ്ജി എന്ത് വിധി പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇതൊരു അബ്സർഡിറ്റി ആദ്യമായിട്ടാണ് ഉണ്ണിയുടെ ഭാഗത്തുനിന്ന് ഒരു കൗണ്ടർ ആർഗ്യുമെന്റെങ്കിലും കേൾക്കുന്നത്. ഇതുവരെ നമുക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും എന്തിനാണ് ഇങ്ങനെ ഓവറാക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ഓവറാക്കുന്നത് എന്നല്ലാതെ വേറെ ഏത് രീതിയിലാണ് തോന്നുക. നേരത്തെ രാഹുൽ പറഞ്ഞ പോയിന്റും ഉണ്ട് അതില്. തമാശക്കാണെങ്കിലും കൂട്ടത്തിലുള്ള ആളോട് ഈ നമ്മൾ പറഞ്ഞു നശിപ്പിക്കുന്ന ഇത് മാത്രമല്ല, നമ്മുടെ മമ്മൂട്ടിയുടെ ബിഗ് ബിയിലല്ലേ സിനിമ, ബിഗ് ബിയിൽ മമ്മൂട്ടി ഒരു മേയറാണ് അതിലെ വില്ല. മേയറിനോട് മമ്മൂട്ടി പോയി പറഞ്ഞത്, ഒളിക്യാമറ വെച്ച് മേയർ പറയുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് മമ്മൂട്ടി പറയും, ഇനി നിന്നെ അയ്യപ്പൻ വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ കഴിയില്ല. വളരെ ജെനുവിൻലി ഒരു ബന്ധപ്പെട്ട സംഘടനയുടെ ആളോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു പുള്ളി ദൈവം വിചാരിച്ചാൽ പോലും രക്ഷിക്കില്ല എന്ന് മാത്രമേ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് പിന്നെ വേറെ മമ്മൂട്ടി അങ്ങനെ അല്ലല്ല, അത്തരം ഇടപെടലുകളാണ് രാഹുൽ ഈശ്വറിൽ നിന്ന് നമ്മളെല്ലാരും പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഞാനത് പറഞ്ഞ ഒരു സംഘടനയുടെ ആളെ പറഞ്ഞു ആൾക്കാർ വരുമ്പോ രാഹുലിനെ പോലുള്ള ആൾക്കാർ അവർ ഇതുപോലെ തന്നെ തിരുത്തണം. മനഃപൂർവ്വമൊന്നുമല്ല, അവിടെ ഇരിക്കുന്ന ആള് നിന്നെ ദൈവം വിചാരിച്ചാൽ പോലും രക്ഷിക്കാനാവില്ലെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന്റെ പിന്നിൽ ഇങ്ങനെ പല അജണ്ടകളുണ്ടെന്നൊക്കെ നമ്മൾ ഓവർ. ബിജെപിക്ക് RSSനും ഇന്നിപ്പോ RSSന്റെ പ്രസ്താവനയുണ്ട്, അത് കണ്ടായിരുന്നു നിങ്ങള്? RSSന്റെ ലീഡറുടെ പ്രസ്താവന വന്നിട്ടുണ്ട്, ഈ ഇങ്ങനെ സെൻസർ ബോർഡ് എടുത്ത് തീരുമാനം ശരിയായില്ല എന്ന്. കാരണം അവർക്ക് മനസ്സിലായി ഇതൊരു ഓപ്ഷൻ, ഇത് അവർക്ക് തിരിച്ചടിയാവുന്ന അവർക്ക് മനസ്സിലായി. ഓവർ ആക്കുമ്പോഴേ പറയുന്ന റീസണബിൾ കാര്യങ്ങൾക്ക് പോലും വില കിട്ടില്ല. നമ്മൾ ഈ അമിതമായി കൺസർവേറ്റീവ് ലൈൻ പിടിച്ചാൽ നാളെ ഒരു റീസണബിൾ ആയ കാര്യം പറഞ്ഞാൽ പോലും നാട്ടുകാർ പറയുമ്പോൾ ഓവർ ആക്കുകയാണ്. ആരും മൈൻഡ് ചെയ്യില്ല. ഏതായാലും ഇനി നമുക്ക് ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇതങ്ങ് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.